എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ കറന്റ് അഫയർ സെഷനിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു സെഷനിൽ നമ്മൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 2025, 2026 വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്സ് ആണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് സമയം ഒട്ടും കളയാനില്ല. വേഗം നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കയറാം. എല്ലാവർക്കും വൺസ് അഗൈൻ നമ്മുടെ സെഷനിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ആദ്യത്തെ ചോദ്യം ഇതാണ്: 2026 നടക്കാനിരിക്കുന്ന 48, 49 ASEAN ഉച്ചകോടികൾക്ക് വേദിയാകുന്ന രാജ്യം ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ഒന്ന് ആലോചിച്ച് നോക്കിയിട്ട് പറയൂ. നമുക്ക് പറ്റുന്ന രീതിയിൽ കുഞ്ഞു കുഞ്ഞു കണക്ഷൻസ് ഒക്കെ കൊടുത്ത് സെറ്റ് ആക്കാം കേട്ടോ. അപ്പൊ 2026 നടക്കാനിരിക്കുന്ന 48, 49 ASEAN ഉച്ചകോടികൾക്ക് വേദിയാകുന്ന രാജ്യം ഏതാണ്? ഏതാണ് ആൻസർ ആയിട്ട് വരുന്നത്? ആൻസർ ഫിലിപ്പൈൻസ് ആണ് അല്ലെ? ഫിലിപ്പൈൻസ് ആണ്. ഓക്കെ. അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് നമുക്ക് നോക്കാം. ഓക്കെ. അപ്പൊ ഇവിടെ ശ്രദ്ധിച്ചേ, 2026 ASEAN ഉച്ചകോടിയുടെ വേദി ഫിലിപ്പൈൻസും 2025 നോക്കുകയാണെങ്കിലോ അത് മലേഷ്യയാണ് കേട്ടോ. ഓക്കെ. അതായത് ഫിലിപ്പൈൻസും മലേഷ്യയും. നമുക്ക് ആലോചിക്കാനായിട്ട് ഫിലിം എന്ന് ആലോചിക്കാം അല്ലെ? ഫിലിം, ഇവിടെ ഫിലി ഉണ്ട്, ഇവിടെ മായ ഉണ്ട്. അപ്പൊ ഫിലിം എന്നുള്ള രീതിയിൽ ഓർത്താലോ. ഇനി ASEAN ഉച്ചകോടിയുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യണ്ടേ? അപ്പൊ ASEAN എന്നുള്ള രീതിയിൽ ഇവിടെ നോക്കിയേ, ASEAN സി അല്ലെ? സി എന്ന് പറയുമ്പോൾ നമുക്ക് ഈ കാഴ്ചയായിട്ടൊന്ന് കണക്ട് ചെയ്യാം കേട്ടോ. സി ഫിലിം നമ്മൾ കാണും അല്ലെ? സി ചെയ്യും എന്നുള്ള രീതിയിൽ ഓർക്കാം. അപ്പോ 2026 ASEAN ഉച്ചകോടിയുടെ വേദി നോക്കുകയാണെങ്കിൽ അത് ഫിലിപ്പൈൻസും പിന്നെ തൊട്ടു മുമ്പത്തെ വർഷം ഇപ്പൊ വെച്ചിട്ട് നമ്മുടെ മലേഷ്യയും. ഓക്കെ. അപ്പൊ പഠിക്കുമ്പോൾ നമ്മൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ളതാണ് ആദ്യം പഠിക്കുന്നത്. അതിനുശേഷം അതിന് മുമ്പത്തെ വർഷമാണ് നമ്മൾ പറഞ്ഞു പോകുന്നത് കേട്ടോ. അപ്പൊ നമ്മുടെ കോഴ്സിൽ നമ്മൾ അങ്ങനെ തന്നെയാണ് പറയുന്നത്. പിന്നെ ഒരു കാര്യം, നമ്മൾ എന്ത് പഠിക്കുമ്പോഴും ആദ്യം അത് പറഞ്ഞു പറഞ്ഞു തന്നെ പഠിക്കുക കേട്ടോ. പിന്നെ തെറ്റിപ്പോവാതിരിക്കാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ചെറിയ കോഡ്സ് ഒക്കെ പറയുന്നത്. പലർക്കും എക്സാമിനൊക്കെ ഇരിക്കുമ്പോൾ പഠിച്ചതൊക്കെ ആണെങ്കിലും ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോവാറുണ്ടല്ലോ. അത് ഒഴിവാക്കാനാണ് നമ്മൾ കോഡ്സ് പറയുന്നത് കേട്ടോ. അപ്പൊ എല്ലാവരും എന്റെ കൂടെ തന്നെ ഒന്ന് പഠിച്ചു പോണേ. സെറ്റ് അല്ലേ? ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടെ മറക്കണ്ട. ഓക്കെ. അപ്പൊ നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കയറാം. 2026 നാറ്റോ ഉച്ചകോടിയുടെ വേദിയായിട്ട് നിശ്ചയിച്ചിരിക്കുന്നത് ഏത് നഗരത്തെയാണ്? 2026 നാറ്റോ ഉച്ചകോടിയുടെ വേദിയായിട്ട് നിശ്ചയിച്ചിരിക്കുന്നത് ഏത് നഗരത്തെയാണ് എന്നുള്ളതാണ് ചോദ്യം. ആലോചിച്ച് നോക്കുക. അറിയുന്ന എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ. അറിയാത്തവർക്ക് ഞാൻ എന്തായാലും ഇതിന്റെ കൂടെ ചെറിയ കണക്ഷൻസും കൂടി വെച്ച് പറയുന്നുണ്ട് കേട്ടോ. ഏതാണ് ആൻസർ ആയിട്ട് വരുന്നത്? 2026 അങ്കാറയാണ്. അങ്കാറ. ഓക്കെ. അപ്പൊ നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പോയിന്റ്സ് നോക്കാം. 2026 നാറ്റോ ഉച്ചകോടിയുടെ വേദി അങ്കാറ, തുർക്കി. 2025 നാറ്റോ ഉച്ചകോടിയുടെ വേദി ചോദിക്കുകയാണെങ്കിൽ, തൊട്ടു മുമ്പത്തെ വർഷത്തെ ചോദിക്കുകയാണെങ്കിൽ അത് ഹേഗ് ആണ്, നെതർലാൻഡ്സിൽ കേട്ടോ. ഓക്കെ. അപ്പൊ 2026 നാറ്റോ ഉച്ചകോടിയുടെ വേദി അങ്കാറ, എവിടെയാണ്? തുർക്കി. 2025 നാറ്റോ ഉച്ചകോടിയുടെ വേദി ചോദിക്കുകയാണെങ്കിൽ അത് ഹേഗ്, നെതർലാൻഡ്സ്. ഓക്കെ. നാറ്റോ എന്ന് പറയുമ്പോൾ നാറ്റം എന്നുള്ള രീതിയിൽ നമുക്കൊന്ന് കണക്ട് ചെയ്യാം. നല്ല നാറ്റം ഉണ്ടെന്ന് ചോദിക്കുകയാണെങ്കിൽ ആഹാ നല്ല നാറ്റം ഉണ്ടോ, അങ്ങനെയൊക്കെ നമ്മൾ പറയാറില്ലേ? ആഹാ എന്നുള്ള രീതിയിൽ. അപ്പൊ ആ വെച്ചിട്ട് അങ്കാറയും ഹാ വെച്ചിട്ട് ഹേഗും. ഓക്കെ. ആഹാ എന്നുള്ള രീതിയിൽ ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ. അപ്പൊ നാറ്റോ ഉച്ചകോടിയുടെ വേദി 2026 നാറ്റോ ഉച്ചകോടിയുടെ വേദി ഏതാണ്? അങ്കാറ. പിന്നെ തൊട്ടു മുമ്പത്തെ വർഷത്തെ ഏതാ? ഹാ വെച്ചിട്ട് ഹേഗ് അല്ലെ? ഓക്കെ. അപ്പൊ ഹേഗ് നെതർലാൻഡ്സ് കേട്ടോ. കറക്റ്റ് ആയിട്ട് പഠിച്ചു പോണേ. വർഷം വെച്ചിട്ടൊന്ന് കണക്ട് ചെയ്ത് പഠിക്കുക. അപ്പൊ 2026 നാറ്റോ ഉച്ചകോടിയുടെ വേദി അങ്കാറ, തൊട്ടു മുമ്പത്തെ വർഷത്തെയോ ഹേഗ്. ഓക്കെ. നെതർലാൻഡ്സ്. സെറ്റ് അല്ലേ? ഓക്കെ. നമ്മൾ തൊട്ടു മുമ്പ് എന്താ പറഞ്ഞേ? ഏതിന്റെ കൂടെ നമ്മൾ പറഞ്ഞു? ASEAN പറഞ്ഞു അല്ലെ? അപ്പൊ സി കാഴ്ചയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഫിലിം. അപ്പൊ ഫിലിപ്പൈൻസും മലേഷ്യയും. ഓക്കെ. ലേറ്റസ്റ്റ് ആയിട്ടുള്ള 2026 നമ്മൾ ആദ്യം പറഞ്ഞത്. അതിനുശേഷം 2025 കേട്ടോ. ഇതിലും അങ്ങനെ തന്നെയാണ്. നാറ്റോ എന്ന് പറയുമ്പോൾ ആഹാ എന്നുള്ള രീതിയിൽ ഓർത്ത് വയ്ക്കാം. ആ വെച്ചിട്ട് അങ്കാറ, ഹാ വെച്ചിട്ട് അല്ലെങ്കിൽ ഹേ വെച്ചിട്ട് നമ്മൾ ഹേഗ് കേട്ടോ, നെതർലാൻഡ്സ്. ഓക്കെ. അപ്പൊ അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് കയറാം. 2025 G20 ഉച്ചകോടിക്ക് വേദിയായിട്ടുള്ള നഗരം ഏതാണ്? G20 ട്രൈ ചെയ്യൂ. G20 ഉച്ചകോടിക്ക് വേദിയായിട്ടുള്ള നഗരം ഏതാണ് ആൻസർ ആയിട്ട് വരണേ? ഓക്കെ. ആൻസർ മിയാമി ആണ് കേട്ടോ. മിയാമി. അപ്പൊ G20 ആണ്. നമുക്ക് നോക്കാം. 2026 G20 ഉച്ചകോടിക്ക് വേദിയായിട്ടുള്ളത് മിയാമി. എവിടെയാണ്? അമേരിക്ക കേട്ടോ. അമേരിക്കയിലെ മിയാമിയിലാണ്. പിന്നെ 2025 G20 ഉച്ചകോടിക്ക് വേദിയായിട്ടുള്ളത് ജോഹൻസ്ബർഗ് ആണ്. ജോഹൻസ്ബർഗ് എവിടെയാ? ദക്ഷിണാഫ്രിക്കയില്. അപ്പൊ G20 അല്ലെ? നമുക്ക് G20, G7 അങ്ങനെയൊക്കെ ആയിട്ട് നമുക്ക് പഠിക്കാണ്ടല്ലോ. അപ്പൊ G20 കേട്ടോ. G20 ഉച്ചകോടിക്ക് വേദിയായിട്ടുള്ളത് മിയാമിയും, അതുപോലെ തന്നെ 2025 ചോദിക്കുകയാണെങ്കിലോ ജോഹൻസ്ബർഗ്. അപ്പൊ മിജോ എന്നുള്ള രീതിയിൽ നമുക്കൊന്ന് ആലോചിക്കാം. ഓക്കെ. ഒരു പേര് മിജോ. 20 വയസ്സുള്ള നമ്മുടെ മിജോ കേട്ടോ. 20 വയസ്സുള്ള മിജോ. ഇനി മിജോ എന്ന് പറയുന്ന ആരെങ്കിലും ഇതിനകത്ത് ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേക്കുക. അപ്പൊ അവിടെ നോക്കി, G20 ഉച്ചകോടിയുടെ വേദി ഏതാണ്? മിജോ. അപ്പൊ 2026 ഈ വെച്ചിട്ട് മിയാമിയും, പിന്നെ 2025 ജോഹൻസ്ബർഗും ആണ്. സെറ്റ് അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ.
അപ്പൊ ഇനി അടുത്ത് നോക്കാം 2026 G7 ഉച്ചകോടിയുടെ വേദി G7. അപ്പൊ നമ്മൾ തൊട്ട് മുമ്പ് എന്താ പറഞ്ഞേ G20 എന്ന് പറയുമ്പോൾ മിജോ അല്ലെ. ഓക്കെ, അപ്പൊ ഇതെല്ലാം നമുക്ക് ലാസ്റ്റ് ഒന്നും കൂടെ ഒന്ന് റിവൈസ് ചെയ്യാം കേട്ടോ. അപ്പൊ G7 ഉച്ചകോടിയുടെ വേദി നോക്കുകയാണെങ്കിൽ അത് ഫ്രാൻസും, ഓക്കെ, 2026 കേട്ടോ, ഫ്രാൻസും അതുപോലെ തന്നെ 2025 തൊട്ട് മുമ്പത്തെ വർഷം എവിടെയാണ് നല്ല കാനഡയിലാണ്. അപ്പൊ നമുക്ക് ഫ്രാങ്ക് എന്നുള്ള രീതിയിൽ ഓർക്കാം. ഫ്രാങ്ക് വളരെ ഫ്രാങ്ക് ആയിട്ടൊക്കെ സംസാരിക്കാന്ന് പറയില്ലേ, അത് G7 ആണ്. അപ്പൊ ഈ 7ഉമായിട്ട് നമ്മൾ എങ്ങനെ കണക്ട് ചെയ്യും? ഈ 7 വയസ്സുള്ള കുട്ടികളൊക്കെ ഉണ്ടല്ലോ, അവര് വളരെ ഫ്രാങ്ക് ആയിട്ട് സംസാരിക്കും അല്ലെ. അവരൊന്നും ഇങ്ങനെ ഒളിപ്പിച്ച് വെക്കാണ്ട് എല്ലാം വളരെ ഫ്രാങ്ക് ആയിട്ടുള്ള വിശേഷങ്ങളൊക്കെ പറയാൻ നമുക്ക് ഓർത്ത് വെക്കാലോ. അപ്പൊ G7 ഉച്ചകോടിയുടെ വേദി നോക്കുകയാണെങ്കിൽ അത് ഫ്രാങ്ക് ആണ്. അതേസമയം G20 ആണെങ്കിലോ നമ്മുടെ മിജോ. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും മാറില്ലല്ലോ, 20യും 7ഉം മാറില്ലല്ലോ അല്ലെ. G20 ആണെങ്കിൽ അത് മിജോ. അപ്പൊ മീ വെച്ചിട്ട് മിയാമിയും ജോഹാൻസ്ബർഗും. G7 ആണെങ്കിലോ ഫ്രാങ്ക്. അപ്പൊ ഫ്രാങ്ക് ഫ്രാൻസും അതുപോലെ തന്നെ കാനഡ. സെറ്റ് അല്ലേ? ഓക്കെ ഓക്കെ. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് 2026 COP31 ഉച്ചകോടിയുടെ വേദി എവിടെയാണ്? അന്റാലിയ, തുർക്കി കേട്ടോ. അന്റാലിയ, തുർക്കി. 2025 COP30 COP30 ഉച്ചകോടിയുടെ വേദി നോക്കുകയാണെങ്കിൽ ബേലമാണ്, ബ്രസീല് ബേലമാണ്. ജസ്റ്റ് നമുക്ക് ഓർത്ത് വെക്കാം. COP31 30 അല്ലേ. COP31 2026ഉം COP30 എന്ന് പറയുന്നത് 2025 ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ 31 വയസ്സുള്ള ഒരു ആന്റി ഉണ്ടെന്ന് ഓർത്ത് വെക്കാം. 31 വയസ്സുള്ള ഒരു ആന്റി ഉണ്ട്, നല്ല ബലമാണെന്ന് ഓർത്ത് വെക്കാം കേട്ടോ. അപ്പൊ 31 വയസ്സുള്ള ഏതെങ്കിലും ഒരു ആന്റി, നിങ്ങളുടെ ഏതെങ്കിലും ഒരു ആന്റിനെ ഒന്ന് മൈൻഡിലോട്ട് കൊണ്ടുവരിക. അത് നല്ല ബലമാണെന്നുള്ള രീതിയിൽ നമുക്ക് ബേലവുമായിട്ടും കൂടെ ഒന്ന് കണക്ട് ചെയ്യാം. അപ്പൊ 2026 COP31 ഉച്ചകോടിയുടെ വേദി ആന്റി നമ്മൾ എന്താ പറഞ്ഞ അന്റാലിയ അല്ലെ, തുർക്കി. പിന്നെ 2025 COP31 ഉച്ചകോടിയുടെ വേദി നോക്കുകയാണെങ്കിൽ അത് ബേലമാണ്. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് AI ഉച്ചകോടിയുടെ വേദിയാണ് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. നമ്മൾ ഇത്രയും നേരം പറഞ്ഞത് 2026ഉം 2025 ആയിരുന്നു. ഇതിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് 2027 വെച്ചിട്ടാണ് കേട്ടോ. 2027 AI ഉച്ചകോടിയുടെ വേദി നോക്കുകയാണെങ്കിൽ അത് ജനീവയാണ്, ജനീവ. ഓക്കെ, ഇത് തൊട്ട് മുമ്പത്തെ വർഷം 2026 ആണെങ്കിലും നമ്മുടെ ഇന്ത്യ ആണ്. പിന്നെ 2025 ആണെങ്കിലോ ഫ്രാൻസ് അല്ലെ. അപ്പൊ ജിഫ് എന്നുള്ള രീതിയിൽ നമുക്ക് ഓർത്ത് വെക്കാലോ. നമ്മുടെ ജിഫ് അറിയാലോ എല്ലാവർക്കും അല്ലെ, നമ്മൾ വാട്സാപ്പിലൊക്കെ ഇടുന്നല്ലോ. അപ്പൊ ജിഫ് കേട്ടോ. അപ്പൊ അത് AI-യുമായിട്ടും കൂടെ നമുക്ക് കണക്ട് ചെയ്തൂടെ. അപ്പൊ AI ഉച്ചകോടിയുടെ വേദി നോക്കുകയാണെങ്കിൽ ഏതൊക്കെയാണ് നമ്മൾ ഇതില് 2027 വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യണേ, പ്രത്യേകം നോക്കിക്കോണം. അപ്പൊ 2027 ജനീവ, 2026 ഇന്ത്യ, 2025 ഫ്രാൻസ്. കിട്ടുന്നുണ്ടോ എല്ലാവർക്കും? ഓക്കെ, അപ്പൊ നമുക്കിത് ഒന്നും കൂടെ ഒന്ന് റിവൈസ് ചെയ്യാം. ഇനി നമുക്ക് നോക്കാനായിട്ട് തീർന്നിട്ടില്ല കേട്ടോ. അപ്പൊ നമുക്ക് ഒന്നും കൂടെ ജസ്റ്റ് ഒന്നും കൂടെ നമ്മുടെ മൈൻഡിലോട്ട് ഒന്ന് കയറ്റാം. എല്ലാവർക്കും കിട്ടുന്നതും കൂടെ ഒന്ന് കണക്ട് ചെയ്യണേ. ASEAN ഉച്ചകോടിയുടെ വേദി എവിടെയായിരുന്നു 2026? ആലോചിച്ച് നോക്കിയേ. 2026 അപ്പൊ നമ്മൾ എന്താ കാണുന്നത്? സി എന്ന് പറയുമ്പോൾ ഫിലിം അല്ലെ. അപ്പൊ ഫിലിപ്പൈൻസും എം വെച്ചിട്ട് മലേഷ്യ. ഓക്കെ അല്ലേ? ഇനി പിന്നെ എന്താ പഠിച്ച? നാറ്റോ, ആഹ നാറ്റം അല്ലെ. അപ്പൊ ആഹ വെച്ചിട്ട് ആ വെച്ചിട്ട് അങ്കാറയും, ഹാ വെച്ചിട്ട് അല്ലെങ്കിൽ ഹേ വെച്ചിട്ട് ഹേഗ് അല്ലെ. പിന്നെന്താ പറഞ്ഞത്? G20 ഉച്ചകോടിയുടെ വേദി അല്ലെ. G20 ഉച്ചകോടിക്ക് വേദിയായിട്ടുള്ളത് 20 എന്ന് പറഞ്ഞപ്പോ നമ്മൾ എന്താ പറഞ്ഞത്? നമ്മുടെ മിജോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളുമായിട്ട് നമ്മൾ കണക്ട് ചെയ്താണ് അത് പറഞ്ഞത്. അപ്പൊ മീ വെച്ചിട്ട് മിയാമി, ജോ വെച്ചിട്ട് ജോഹാൻസ്ബർഗ്. ഇനി G7 ഉച്ചകോടിയുടെ വേദിയാണെങ്കിലോ 7 വയസ്സുള്ള കുട്ടികൾ നല്ല ഫ്രാങ്ക് ആയിരിക്കും അല്ലെ. അപ്പൊ ഫ്രാൻസും കാനഡയും. ഓക്കെ അല്ലേ? പിന്നെ പറഞ്ഞത് COP31 അല്ലെ. COP31ന്റെ നമ്മുടെ ആന്റിക്ക് നല്ല ബലമാണെന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ COP31 അന്റാലിയയും, COP30 ചോദിക്കുകയാണെങ്കിൽ അത് ബലമാണ്. AI ഉച്ചകോടിയുടെ വേദിയോ ജിഫ്. ഓക്കെ, അപ്പൊ G സ്റ്റാൻഡ്സ് ഫോർ ജനീവ, I ഇന്ത്യ, F ഫ്രാൻസ്. അപ്പോ ഇവിടെ 2027 വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യണത് എന്നുള്ള കാര്യം മറക്കണ്ട, കറക്റ്റ് ആയിട്ട് തന്നെ പഠിച്ചു പോകണം. അപ്പൊ ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കയറാം. 2026 18ാമത്തെ ബ്രിക്സ് ഉച്ചകോടിയുടെ വേദി. ഓക്കെ, 18ാമത്തെ ബ്രിക്സ് ഉച്ചകോടിയുടെ വേദി. ചിലപ്പോൾ നമ്മുടെ എക്സാമുകളിൽ ചോദിക്കുന്നത് 2026 കൊടുക്കില്ല, അതിന് പകരം അവർ കൊടുക്കുക 18ാമത്തെ ബ്രിക്സ് ഉച്ചകോടിയുടെ വേദി എവിടെയാണ്, ഇങ്ങനെയൊക്കെ ആയിരിക്കും കൊടുക്കുക. അപ്പൊ നമുക്ക് ചിലപ്പോൾ ഈ വർഷം അറിയില്ലെങ്കിലും നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള 18, 17 ഇങ്ങനെയുള്ളത് നമ്മൾ അറിഞ്ഞു വെക്കണം. അപ്പൊ നമുക്ക് അതിനും കൂടെ ചെറിയൊരു കണക്ഷൻ കൊടുക്കാം കേട്ടോ. അപ്പൊ ആൻസർ വരുന്നത് അറിയാവോ? എവിടെയാണ്? ന്യൂഡൽഹിയിലാണ് കേട്ടോ. ന്യൂഡൽഹി 18ാമത്തെ ബ്രിക്സ് ഉച്ചകോടിയുടെ വേദി ചോദിക്കുകയാണെങ്കിൽ ന്യൂഡൽഹി. ഓക്കെ, അപ്പൊ എന്റെ കൂടെ തന്നെ പഠിച്ചു പോവാ. ഈ ബ്രിക്സ് എന്ന് പറയുമ്പോഴേ നമുക്ക് നമ്മുടെ ബ്രിക്സ് തന്നെ ഓർക്കാം അല്ലെ, ശരിക്കുള്ള ബ്രിക്സ് തന്നെ ഓർക്കാം. ഓക്കെ, അപ്പോ ഈ 18ഉമായിട്ടും കൂടെ നമുക്ക് കണക്ട് ചെയ്യണ്ടേ. നമ്മൾ ഈ ന്യൂ ബ്രിക്സ് യൂസ് ചെയ്തില്ലെങ്കിലേ, വീടൊക്കെ പണിയുമ്പോൾ നമ്മൾ ന്യൂ ബ്രിക്സ് യൂസ് ചെയ്തില്ലെങ്കിൽ 8ന്റെ പണി കിട്ടും എന്നുള്ള രീതിയിൽ ഓർത്ത് വെക്കാലോ അല്ലെ. അപ്പൊ എന്താ? ന്യൂഡൽഹി 8 കേട്ടോ. അപ്പൊ 18ാമത്തെ പറയുകയാണെങ്കിൽ
ഏതാണ് ബ്രിക്സ് ഉച്ചകോട്ടിയുടെ വേദി ചോദിക്കുകയാണെങ്കിൽ അത് ന്യൂഡൽഹി. പിന്നെ അതിന് മുമ്പത്തെ വർഷം 2025 ചോദിക്കുകയാണെങ്കിൽ അത് ജനേറോ ആണ്, റിയോ ഡി ജനേറോ ബ്രസീൽ അല്ലെ. ജനേറോ നമ്മുടെ ജനലിലൊക്കെയല്ലേ നമ്മൾ കൂടുതൽ ബ്രിക്സ് ഒക്കെ വെച്ചിട്ട് ഉണ്ടാക്കാന്നൊക്കെ ഓർത്ത് വെക്കാലോ. അപ്പൊ ജനേറോ ജനേറോ കറക്റ്റ് ആയിട്ട് പഠിച്ചു പോണേ, വർഷവുമായിട്ടും കൂടെ കണക്ട് ചെയ്ത് പഠിപ്പിക്കുകയാണ്. ഓക്കെ, അപ്പൊ 18ാമത്തെ എന്ന് പറയുമ്പോൾ 8ന്റെ പണി കിട്ടും തന്നെ ഓർത്ത് വെക്കാം. അപ്പൊ ന്യൂ ബ്രിക്സ് എന്നുള്ള രീതിയിൽ ഓർത്ത് വെക്കാം അല്ലെ. അപ്പൊ 2026 ന്യൂഡൽഹി, തൊട്ടുമ്പത്തെ വർഷം ജനേറോ ആണ്, ബ്രസീലാണ്. ഓക്കെ, എല്ലാവർക്കും കിട്ടുന്നുണ്ടോ? കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ക്ലാസ്സിന് ശേഷം എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ. എല്ലാം കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ? കൂടെ തന്നെ പഠിച്ചു പോകുന്നുണ്ടോ? ഇതേപോലുള്ള സെഷൻസ് ഒക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുണ്ടോ എന്നും കൂടി ഒന്ന് പറയണേ. അപ്പോൾ ഇത് മാത്രമല്ല, നമുക്ക് ഇനിയും കുറച്ചും കൂടെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുണ്ട്. നമ്മൾ നൊബേൽ സമ്മാനവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അപ്പോയിന്റ്മെന്റ്സ്, അങ്ങനെയുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്സും കൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുണ്ട്. അപ്പൊ അതും കൂടെ കാണാം കേട്ടോ. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നൊബേൽ പ്രൈസ് 2025 ആണ് കേട്ടോ. അപ്പോൾ എല്ലാ പ്രാവശ്യം ചെയ്യുന്ന പോലെ നമുക്ക് ചെറിയ കോഡ്സും കണക്ഷൻസ് ഒക്കെ കൊടുത്ത് സെറ്റ് ആക്കാം. ഒരു 10 മിനിറ്റിന്റെ വീഡിയോ ആണ്. നമുക്ക് എല്ലാ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളും വേഗം ഡിസ്കസ് ചെയ്ത് പോവാം. ഓക്കെ, അപ്പൊ എല്ലാവർക്കും വൺസ് അഗൈൻ നമ്മുടെ സെഷനിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് രസതന്ത്രം കേട്ടോ. അതായത് കെമിസ്ട്രിയിൽ 2025 നൊബേൽ സമ്മാനം കിട്ടിയിട്ടുള്ളത് ആർക്കൊക്കെയാണ് നമുക്ക് നോക്കാം. 3 പേർക്കാണ് കിട്ടിയിട്ടുള്ളത്. ആരൊക്കെയാണ്? സുസുമു കിറ്റഗോവ, റിച്ചാർഡ് റോബ്സൺ, അതുപോലെ തന്നെ ഒമർ എം യാഗി. ഓക്കെ, അപ്പോ നമ്മളോട് എക്സാമിന് ചോദിക്കുന്ന രീതി എന്ന് പറയുന്നത്, ഇപ്പോ റിച്ചാർഡ് റോബ്സൺ, ഓക്കെ, നൊബേൽ സമ്മാനം ഏതിലാണ് കിട്ടിയിട്ടുള്ളത്? ഫിസിക്സിനാണോ കെമിസ്ട്രിക്കാണോ? ഇങ്ങനെയൊക്കെ ആയിരിക്കും എക്സാമിന് ചോദിക്കാം. അപ്പൊ നമുക്ക് ഈ 3 പേരും കെമിസ്ട്രി ആയിട്ട് അല്ലെങ്കിൽ രസതന്ത്രവുമായിട്ട് ഒന്ന് കണക്ട് ചെയ്യണം. അപ്പൊ ആദ്യം നമുക്ക് പേരുകൾ ഒന്നും കൂടെ നോക്കാം. സുസുമു കിറ്റഗോവ, റിച്ചാർഡ് റോബ്സൺ, ഒമർ എം യാഗി. അപ്പൊ ഞാൻ ചെറിയൊരു കണക്ഷൻ പറയാം കേട്ടോ. അതായത് ജസ്റ്റ് നമുക്ക് ആലോചിക്കാം. സുസുമു എന്ന് പറയുമ്പോൾ നമ്മുടെ സുസുക്കി വണ്ടി ഉണ്ടല്ലോ. സുസുക്കി വണ്ടി ഒന്ന് ആലോചിക്കാം കേട്ടോ. അപ്പൊ സുസുക്കി വണ്ടി ഓടിച്ചു പോണത് ഒരു സണ്ണാണ്. നമ്മൾ പറയില്ലേ മോൻ മോൻ വണ്ടി ഓടിച്ചു പോവാന്നൊക്കെ പറയില്ല, അതേപോലെ സുസുക്കി വണ്ടി ഓടിച്ചു പോണത് സണ്ണാണ്. അപ്പോൾ ഒരു കുട്ടിയാണെന്ന് ആലോചിക്കാം, സണ്ണാണ്, വലിയ പ്രായമൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ വണ്ടി ഓടിച്ചു പോണ സമയത്ത് റോട്ടിൽ കൂടെയുള്ള എല്ലാവരോടും പറയുന്നതാണ്, ഓ മാറ് മാറ് കേട്ടോ, മാറി മാറി പോ എന്നുള്ള രീതിയിൽ. ഒമർ ഒമർ. ഓക്കെ, അപ്പൊ ഒന്നുകൂടെ നോക്കാം. സുസുക്കി വണ്ടി ഓടിച്ചു പോണത് ആരാണ്? സണ്ണാണ്. റോട്ടിക്കൂടെ പോകുന്ന ആൾക്കാരോട് മാറു മാറെന്ന് പറയാം അല്ലെ. അപ്പൊ ഒമർ എം യാഗി. ഇനി ഇത് നമുക്ക് കെമിസ്ട്രിയുമായിട്ട് നമ്മുടെ രസതന്ത്രവുമായിട്ടും കൂടെ ഒന്ന് കണക്ട് ചെയ്യണ്ടേ. അപ്പൊ സുസുക്കി വണ്ടി ഓടിച്ച് പോണ സണ്ണിന് നല്ല രസം തോന്നി അല്ലെ. വണ്ടിയൊക്കെ ഓടിച്ച് റോട്ടിൽ കൂടെ പോകുമ്പോൾ നല്ല രസം ഉണ്ടാവുമല്ലോ. അങ്ങനെ നമുക്ക് രസതന്ത്രവുമായിട്ടും കൂടെ കണക്ട് ചെയ്യാം. സെറ്റ് അല്ലേ? അപ്പൊ 3 വാക്കുകളൊന്ന് ആലോചിച്ച് നോക്കി, എന്തൊക്കെയായിരുന്നു? രസതന്ത്രം എന്ന് പറയുമ്പോൾ സുസുക്കി വണ്ടി ഓടിച്ച് പോകുന്ന സണ്ണിന് എല്ലാവരോടും മാറു മാറെന്ന് പറഞ്ഞു പോയി അല്ലെ. ഓക്കെ, നല്ല രസമാണെന്ന് ഓർത്തു വയ്ക്കാം. ഇനി നമ്മളോട് ചോദിക്കുന്ന രീതി എന്ന് പറയുന്നത്, ഇപ്പൊ സുസുമു കിറ്റഗോവ, ഓക്കെ, ഏത് രാജ്യക്കാരനാണ് എന്നൊക്കെ വേണമെങ്കിൽ ചോദിക്കാം. ആ ഒരു പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാലോ, സുസുമു എന്നൊക്കെ പറയുമ്പോൾ ഒരു ജാപ്പനീസ് അല്ലെ. അപ്പൊ ജപ്പാൻ ആണെന്നുള്ള കാര്യം അറിഞ്ഞു വെക്കാം. എല്ലാം നമ്മളിങ്ങനെ വൈഹാറ്റ് പഠിക്കേണ്ട. കുറച്ചൊക്കെ നമുക്ക് പേര് കേൾക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും അല്ലെ. ഈ ജപ്പാനീസ് ഒക്കെ കേൾക്കുമ്പോൾ നമുക്ക് കിട്ടും. ഇനി അടുത്ത് നോക്കാം, റിച്ചാർഡ് റോബ്സൺ. ഓക്കെ, അപ്പൊ റിച്ചാർഡ് റോബ്സൺ ആണ്. അപ്പോ റോബ് ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ എന്താ? ഓസിന് എടുക്കുക എന്നുള്ള രീതിയിലല്ലേ അല്ലെ. ഓസിന് ഒരു സാധനം അടിച്ചു മാറ്റുക, റോബ് ചെയ്യുക, കക്കുക എന്നൊക്കെ പറയില്ലേ. അപ്പൊ അതേപോലെ റോബ് എന്ന് പറയുമ്പോൾ അത് ഓസിന് എടുത്തു എന്നുള്ള രീതിയിൽ നമുക്ക് ആലോചിക്കാം കേട്ടോ. അപ്പൊ ഓസ്ട്രേലിയ ആണ് റിച്ചാർഡ് റോബ്സന്റെ രാജ്യം വരുന്നത്. അടുത്തത് ഒമർ എം യാഗി. അത് USA ആണ്. അപ്പോൾ ഒരുവിധപ്പെട്ട എല്ലാം USA ആണ് വരുന്നത്. അപ്പൊ അതിൽ കുറച്ച് എക്സെപ്ഷൻ കേസുകളൊക്കെയാണ് വരുന്നത് കേട്ടോ. പഠിച്ചു വെക്കുക, ഒമർ എം യാഗി USA ആണ്. ഓക്കെ അല്ലേ? അപ്പൊ സുസുക്കി വണ്ടി ഓടിച്ചിട്ടുള്ള നമ്മുടെ സൺ റോട്ടിൽ കൂടെ മാറു മാറുന്നൊക്കെ പറഞ്ഞു പോയി. നല്ല രസമാണെന്നൊക്കെ ഓർത്തു വെക്കാം കേട്ടോ. ഇനി അടുത്ത് നമുക്ക് നോക്കാം, ഇതിന്റെ തന്നെ നമുക്ക് എന്തിനാണ് നൊബേൽ സമ്മാനം കിട്ടിയെന്നുള്ള കാര്യം നോക്കാം. ഇതും ചോദിക്കാറുണ്ട് PSCയിൽ. അപ്പൊ മെറ്റൽ ഓർഗാനിക് ഫ്രെയിം വർക്കുകളുടെ വികസനത്തിനാണ് ഇവർക്ക് ഈ അംഗീകാരം ലഭിച്ചിട്ടുള്ളത്. അപ്പൊ എന്തിനു വേണ്ടിയിട്ടാണ്? മെറ്റൽ ഓർഗാനിക് ഫ്രെയിം വർക്കുകളുടെ വികസനത്തിനാണ് ഇവർക്ക് ഈ അംഗീകാരം ലഭിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോ നമ്മൾ പറഞ്ഞു നമ്മുടെ സുസുക്കി വണ്ടി എന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ ആ സുസുക്കി വണ്ടി ഉണ്ടാക്കിയിട്ടുള്ളത് മെറ്റൽ വെച്ചിട്ടാണല്ലോ അല്ലെ. അപ്പൊ നമുക്ക് ആ മെറ്റൽ ആയിട്ട് അവിടെ കണക്ട് ചെയ്യാലോ. മെറ്റൽ ഓർഗാനിക് ഫ്രെയിം വർക്കുകളിൽ ഫ്രെയിം വർക്ക് ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ മെറ്റൽ ഓർഗാനിക് ഫ്രെയിം വർക്കുകളുടെ വികസനത്തിനാണ് ഇവർക്ക് ഈ അംഗീകാരം ലഭിച്ചിട്ടുള്ളത്. അപ്പൊ എല്ലാവർക്കും കിട്ടിയെന്ന് വിചാരിക്കണോ? അടുത്ത് നമുക്ക് നോക്കാം, ഭൗതിക ശാസ്ത്രം, ഫിസിക്സ്. ഫിസിക്സിന് നൊബേൽ സമ്മാനം കിട്ടിയിട്ടുള്ളത് 3 പേർക്ക് തന്നെയാണ്. ആർക്കൊക്കെയാണ്? ജോൺ ക്ലർക്കിന് കിട്ടി, മിഷേൽ എച്ച് ഡോവറൈറ്റിന് കിട്ടി, അതുപോലെ തന്നെ ജോൺ എം മാർട്ടിനാസിനും കിട്ടി. ഓക്കെ, അപ്പൊ നമുക്ക് ചെറിയ കണക്ഷൻ കൊടുക്കാം. ഓക്കെ, അപ്പോ ക്ലർക്ക് ഉണ്ടെന്ന് വിചാരിക്കുക അല്ലെ. നമ്മള് ക്ലർക്ക് ഉണ്ടല്ലോ, പോസ്റ്റ് നമ്മൾ PSC എക്സാം ഒക്കെ എഴുതുന്ന LD ക്ലർക്ക് ഒക്കെ ഉണ്ടല്ലോ. അപ്പൊ ക്ലർക്ക്, ഒരു ക്ലർക്ക് ഉണ്ട്. ആ ക്ലർക്കിന്റെ പേര് ജോൺ എന്നാണ് കേട്ടോ. അപ്പൊ ജോൺ ക്ലർക്ക്. ഇനി ഈ ക്ലർക്ക് എന്ന് പറയുന്നത്
നമുക്കിപ്പോ ഒരു ജോലി കിട്ടിക്കഴിയുമ്പോൾ ഇപ്പൊ നമ്മൾ ആദ്യമായിട്ട് സർവീസിലൊക്കെ കയറി കഴിയുമ്പോൾ ഭയങ്കര ഒരു മിഷൻ ആയിരിക്കും അല്ലെ. കുറെ കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നുള്ളൊരു മിഷൻ ഉണ്ടാവും. അപ്പൊ ക്ലർക്കിന് നല്ലൊരു മിഷൻ ഉണ്ടായിരുന്നു, മിഷേൽ എന്നുള്ള രീതിയിൽ നമുക്ക് ആലോചിക്കാം. ഓക്കെ, അപ്പൊ ക്ലർക്കും കിട്ടി, മിഷേൽ കിട്ടി. നമ്മൾ പറഞ്ഞു ക്ലർക്കിന്റെ പേര് ജോൺ ആണ്. അപ്പൊ ആ ജോൺ വെച്ചിട്ട് തന്നെ ഒരു പേരും കൂടി ഉണ്ട്. കുറച്ചും കൂടി സിമ്പിൾ ആയിട്ട് തോന്നല്ലേ? അല്ലെങ്കിൽ നമ്മൾ എല്ലാത്തിനും ഇങ്ങനെ കോഡ് പറയാന്ന് പറയുമ്പോൾ ചിലപ്പോൾ നമുക്ക് എക്സാമിന് അത് മൈൻഡിലേക്ക് വരണം എന്നില്ല അല്ലേ. അപ്പോൾ ക്ലർക്ക് ക്ലർക്കിന് ഒരു മിഷൻ ഉണ്ട്. ആ ക്ലർക്കിന്റെ പേര് ജോൺ ആണ്. ഇത്രേ ഉള്ളൂ കേട്ടോ. ഇനി നമ്മൾ ഫിസിക്സുമായിട്ട് എങ്ങനെയാ കണക്ട് ചെയ്യുക? ഭൗതിക ശാസ്ത്രം എന്ന് പറഞ്ഞാൽ ഫിസിക്സ്. നല്ല ഫിസിക്കുള്ള ഒരു ക്ലർക്കാണ് കേട്ടോ. ഓക്കെ, നല്ല ഫിസിക്കുള്ള നമ്മൾ നല്ല ഹൈറ്റും വെയിറ്റും നല്ല ഫിസിക്കൊക്കെ ഉള്ള ഒരു ക്ലർക്കാണ് എന്നുള്ള രീതിയിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കാം. അപ്പൊ ഭൗതിക ശാസ്ത്രം, ഫിസിക്സ്, അതിൽ ആർക്കൊക്കെയാണ് കിട്ടിയിട്ടില്ലേ? 3 പേർക്ക് കിട്ടി. ആരൊക്കെയാണ്? ക്ലർക്കാണ് നമ്മൾ പറഞ്ഞു അല്ലെ. ക്ലർക്കിന് നല്ല മിഷൻ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ക്ലർക്കിന്റെ പേരെന്താ? ജോൺ ആണ്. അപ്പൊ പേരുകൾ നമുക്കൊന്നും കൂടെ നോക്കാം. ജോൺ ക്ലർക്ക് UK, മിഷേൽ H ഡോവറൈറ്റ്, ജോൺ M മാർട്ടിനാസ്. ഓക്കെ, ഇനി നമുക്ക് രാജ്യങ്ങളും കൂടെ ആയിട്ടൊന്ന് കണക്ട് ചെയ്യാം. ജോൺ ക്ലർക്ക്, ആ ക്ലർക്ക് കേൾക്കുമ്പോ തന്നെ ക് അല്ലെ. അപ്പൊ UK, ആ കെ ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പൊ ജോൺ ക്ലർക്ക്. പിന്നെ മിഷേൽ H ഡോവറൈറ്റ് എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഓർത്ത് വെക്കാം, ഒരു മിഷൻ ഉണ്ട്. ഈ നല്ല മിഷൻ ഉള്ള ആൾക്കാർക്കൊക്കെ കുറെ ഫാൻസ് ഉണ്ടാവും അല്ലെ. കുറെ ഫാൻസ് ഉണ്ടാവും എന്നുള്ള രീതിയിൽ ഫ്രാൻസ് ആലോചിക്കാം. പിന്നെ ജോൺ എം മാർട്ടിനാസ്, അത് US ആണ്. അപ്പൊ 2 ജോണ്, ഒരാള് UKയും ഒരാള് US ഉം. ക്ലർക്കിനകത്ത് ഉള്ളതുകൊണ്ട് തന്നെ അത് UK, മറ്റേത് US. സെറ്റ് അല്ലേ? ഓക്കെ, അപ്പൊ ഭൗതിക ശാസ്ത്രം കിട്ടിയല്ലോ. അപ്പൊ നല്ല ഫിസിക്കുള്ള നമ്മുടെ ക്ലർക്ക്, നല്ല മിഷൻ ഉള്ള ഒരു ക്ലർക്കാണ് എന്നുള്ള രീതിയിലാണ് നമ്മൾ കണക്ട് ചെയ്ത് പറഞ്ഞത് കേട്ടോ. അപ്പൊ നമ്മുടെ ഫിസിക്സുമായിട്ട് നമുക്ക് ഇവിടെ കണക്ട് ചെയ്യാം. ഇനി എന്തിനാണ് ഈ ഒരു പുരസ്കാരം കിട്ടിയെന്നുള്ള കാര്യം നോക്കാം. എന്തിനാണ് കിട്ടിയിട്ടുള്ളത്? ഇലക്ട്രിക് സർക്യൂട്ടുകളിലെ മാക്രോസ്കോപ്പിക് ക്വാണ്ടം മെക്കാനിക്കൽ ടണലിംഗ്, അതുപോലെ തന്നെ ഊർജം ക്വാണ്ടൈസേഷനും, അതായത് എനർജി ക്വാണ്ടൈസേഷൻ. അപ്പൊ നിങ്ങൾ ജസ്റ്റ് ഓർത്ത് വെക്കാം, നമ്മൾ പറഞ്ഞു നല്ല ഫിസിക്കുള്ള ക്ലർക്കാണെന്ന് പറഞ്ഞു അല്ലെ. ഫിസിക് ഞാൻ ഉദ്ദേശിച്ചുള്ള ഫിസിക്സ് ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ നല്ല ഫിസിക്കുള്ള, അപ്പോ നല്ല ഫിസിക്കുള്ള ഒരു ക്ലർക്ക് ആണെങ്കിൽ അയാൾക്ക് നല്ല എനർജി ആയിരിക്കുമല്ലോ. അപ്പൊ എനർജി ക്വാണ്ടൈസേഷനും അതേപോലെ തന്നെ മാക്രോസ്കോപ്പിക് ക്വാണ്ടം മെക്കാനിക്കൽ ടണലിംഗ്. ഓക്കെ, മാക്രോസ്കോപ്പിക് ക്വാണ്ടം മെക്കാനിക്കൽ ടണലിംഗ് ഒന്ന് അറിഞ്ഞു വെക്കണം. ഈ പോയിന്റുകൾ ജസ്റ്റ് എല്ലാം കൂടി വാരി വലിച്ച് പഠിക്കേണ്ട, ജസ്റ്റ് നിങ്ങൾ ഈ പോയിന്റുകൾ മാത്രം ഒന്ന് കേട്ടുപോകാം. ടണലിംഗ് എന്നുള്ള ഒരു വേർഡും ഉണ്ട്, അതേപോലെ തന്നെ എനർജി ക്വാണ്ടൈസേഷൻ. ഓക്കെ, മെഡിസിന് നൊബേൽ സമ്മാനം കിട്ടിയിട്ടുള്ളത് ആർക്കൊക്കെയാണ്? നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ 3 പേർക്കാണ് കിട്ടിയിട്ടുള്ളത്. ആരൊക്കെയാണ് കിട്ടിയിട്ടുള്ളത്? മേരി ഇ ബ്രോങ്കോ, ഫ്രെഡ് റാംസ്ഡെൽ, പിന്നെ ഷിമോൻ സക്കാകുച്ചി. ഇങ്ങനെ 3 പേർക്കാണ് മെഡിസിന് കിട്ടിയിട്ടുള്ളത്. മെഡിസിൻ എന്ന് പറഞ്ഞാൽ വൈദ്യശാസ്ത്രം അല്ലെ. അപ്പൊ നമുക്ക് ചെറിയൊരു കണക്ഷൻ കൊടുക്കാം. നമ്മൾ ഈ മെഡിസിൻ ഒക്കെ കഴിക്കുന്ന എപ്പോഴായിരിക്കും? എന്തെങ്കിലും ഒരു പ്രശ്നം അല്ലെ, ചുമയോ അല്ലെങ്കിൽ പനിയോ ഒക്കെ വരുമ്പോഴല്ലേ. അപ്പോ ബ്രോങ്കൈറ്റിസിന് ഒരു പ്രശ്നം വന്നപ്പോ, ബ്രോങ്കൈറ്റിസ് നമ്മൾ പറയില്ലേ, ശ്വാസകോശവുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ ബ്രോങ്കൈറ്റിസ്, ബ്രോങ്കോ എന്നുള്ള രീതിയിൽ നമുക്ക് ആലോചിക്കാം. അപ്പോൾ ബ്രോങ്കൈറ്റിസ്, മോന് ബ്രോങ്കൈറ്റിസിന്റെ ഇഷ്യൂ വന്നു എന്ന് ഓർക്കാം. അപ്പോൾ നമ്മുടെ ഇവിടെ മോനുണ്ട്, ഷിമോൻ സക്കാഗുച്ചി. അപ്പോൾ മോന് ബ്രോങ്കൈറ്റിസിന്റെ ഇഷ്യൂ വന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഫ്രെഡ് കേട്ടോ, ഫ്രണ്ട് മെഡിസിൻ തന്നു എന്നുള്ള രീതിയിൽ ആലോചിക്കാം. അപ്പൊ മെഡിസിൻ എന്ന് പറയുമ്പോൾ ആരെങ്കിലും മെഡിസിൻ തരുമല്ലോ, അത് ആരാ തന്നിട്ടുള്ളത്? ഫ്രണ്ട് ആണ് തന്നിട്ടുള്ളത്. എന്തോ ഒരു ഇഷ്യൂ ഉണ്ട്, ബ്രോങ്കൈറ്റിസിന് ഇഷ്യൂ ഉണ്ട്. ആർക്കാണ് ഇഷ്യൂ വന്നിട്ടുള്ളത്? മോനാണെന്നുള്ള രീതിയിൽ ഓർത്ത് വെക്കാം. അപ്പൊ നമ്മളോട് ഇപ്പൊ ഫ്രെഡ് എന്ന് ചോദിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ മൈൻഡിലേക്ക് വരണം, അത് ഫ്രണ്ട് ആണ് മെഡിസിൻ തന്നേ എന്നുള്ള രീതിയിൽ അല്ലെ. ബ്രങ്കോ എന്ന് പറയുമ്പോൾ ബ്രോങ്കൈറ്റിസ് ആണ്, അപ്പോൾ മരുന്ന് കൊടുക്കണം. അപ്പൊ ഈ പേരുകൾ കാണുമ്പോൾ തന്നെ നമ്മുടെ മൈൻഡിലോട്ട് വരും, ഇത് മെഡിസിൻ ആണെന്നുള്ള രീതിയിൽ വന്നോളൂ കേട്ടോ. അപ്പൊ ടെൻഷൻ വേണ്ട. ഇനി നമുക്ക് നോക്കാം ഏതൊക്കെ രാജ്യമാണെന്നുള്ള രീതിയിൽ നോക്കാം. ഓക്കെ, അപ്പൊ മേരി ഇ ബ്രങ്കോ, അത് US ആണ്. പിന്നെ ഫ്രെഡ് റാംസ്ഡെൽ, അതും US. ഞാൻ പറഞ്ഞില്ലേ, ഒരു വിധപ്പെട്ട എല്ലാം US ആയിരിക്കും. പിന്നെ ആ പേര് കേൾക്കുമ്പോഴും നമുക്ക് ചെറിയൊരു ഐഡിയ കിട്ടുമല്ലോ. ഫ്രെഡ് റാംസ്ഡെൽ US ആണ്. പിന്നെ ഷിമോൻ സകാഗുച്ചി, ഈ സകാഗുച്ചി എന്നൊക്കെ കേൾക്കുമ്പോൾ ജാപ്പനീസ് അല്ലേ, ഷിമോൻ എന്നൊക്കെ കേൾക്കുമ്പോൾ. അപ്പോൾ അത് ജപ്പാൻ ആണ് കേട്ടോ. ഓക്കെ, ക്ലിയർ ആയല്ലോ. ഞാൻ എല്ലാത്തിനും ഇങ്ങനെ കോഡ് പറയുന്നില്ല, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതിന് മാത്രം പറഞ്ഞു പോവാണ്. ഇനി മെഡിസിൻ എന്ന് പറയുമ്പോൾ എന്തിനാണ് കിട്ടിയെന്നുള്ളത് നമുക്ക് നോക്കാം അല്ലെ. പ്രതിരോധ ഗവേഷണവുമായി ബന്ധപ്പെട്ട പെരിഫറൽ ഇമ്മ്യൂൺ ടോളറൻസിനെ കുറിച്ചുള്ള കണ്ടെത്തലുകൾക്കാണ് പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. അപ്പൊ മെഡിസിൻ എന്ന് പറയുമ്പോൾ തന്നെ പ്രതിരോധവുമായിട്ട് ബന്ധപ്പെട്ട അല്ലെ, പെരിഫറൽ ഇമ്മ്യൂൺ ടോളറൻസിനെ കുറിച്ചുള്ള കണ്ടെത്തലുകൾക്കാണ് എന്ത് കിട്ടിയിട്ടുള്ളത്? ഈ ഒരു പുരസ്കാരം കിട്ടിയിട്ടുള്ളത് കേട്ടോ, ടോളറൻസ്. ഇനി അടുത്ത് നോക്കാം സാഹിത്യത്തിന് കിട്ടിയിട്ടുള്ളത് ലാസ്ലോ ക്രാസ്നഹൊർക്കയ്ക്കാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ. ലാസ്ലോ ക്രാസ്നഹൊർക്കൈ. ഓക്കെ, രാജ്യം ഹംഗറിയാണ്. അപ്പൊ ജസ്റ്റ് ഓർത്ത് വെക്കാം, സാഹിത്യം എന്ന് പറഞ്ഞാൽ ലിറ്ററേച്ചർ. ഈ ലിറ്ററേച്ചർ അല്ലെങ്കിൽ സാഹിത്യത്തിന്റെ ഒക്കെ ബുക്ക് നമ്മുടെ കയ്യിൽ ഉണ്ടാവും അല്ലെ, ഒന്ന് ഓർക്കാനായിട്ട് കയ്യിൽ ബുക്ക് ഉണ്ടാവുമല്ലോ.
ഓർക്കൈ. ഓർക്കാനായിട്ട് കയ്യിൽ സാഹിത്യത്തിന്റെ ബുക്ക് ഉണ്ടാവും. അപ്പൊ ക്രാസ്ന ഹോർക്കൈ കേട്ടോ. ഓർക്കാനായിട്ട് കയ്യിൽ ഹാൻഡ് ബുക്ക് എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതേപോലെ. അപ്പൊ ലാസ്റ്റിലോ ക്രസ്ന ഹോർക്കൈ. ഇനി രാജ്യം ചോദിക്കുകയാണെങ്കിൽ ഹംഗറിയാണ്. ഹംഗറി നമ്മൾ പറയില്ലേ ഈ തേഴ്സ്റ്റ് ഫോർ നോളേജ് എന്നൊക്കെ പറയും അല്ലെ. അതായത് നോളേജിന് വേണ്ടിയിട്ടുള്ള ഒരു തേഴ്സ്റ്റ്, ദാഹം, അതേപോലെ തന്നെ വിശപ്പ് അല്ലെ. വിശപ്പ് എന്നുള്ള രീതിയിൽ നമുക്ക് ആലോചിക്കാം. അപ്പൊ ഹംഗറി ആണ് രാജ്യം എന്നുള്ള കാര്യം അറിഞ്ഞു വെക്കുക, സാഹിത്യം കേട്ടോ. അപ്പൊ ലാസ്റ്റിലോ ക്രസ്ന ഹോർക്കൈ, രാജ്യം ചോദിക്കുകയാണെങ്കിൽ അത് ഹംഗറിയാണ്. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് അടുത്ത് നോക്കാം. പീസ്, സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം കിട്ടിയിട്ടുള്ളത് ആർക്കാണെന്ന് നോക്കാം. മരിയ കൊറീന മച്ചാഡോ. മരിയ കൊറീന മച്ചാഡോ. ഓക്കെ, രാജ്യം ഏതാണ്? വെനസ്വേലയാണ് കേട്ടോ. ഇപ്പോ പീസ് എന്ന് പറയുമ്പോൾ സമാധാനം അല്ലെ. സമാധാനം എന്നൊക്കെ പറയുമ്പോൾ നമ്മളൊരു ബീച്ച്, ഈ മറീന ബീച്ചിലൊക്കെ പോയി കഴിയുമ്പോൾ നല്ലൊരു സമാധാനം കിട്ടുന്ന രീതിയിൽ നമുക്ക് ഓർത്ത് വെക്കാം അല്ലെ. അപ്പൊ അങ്ങനെ നമുക്ക് മറീന എന്നുള്ള രീതിയിൽ മറിയ കൊറീന മച്ചാഡോ. അപ്പൊ മറീന ബീച്ചിൽ കുറെ മച്ചാന്മാരുമായിട്ടൊക്കെ പോയി എന്നൊക്കെ വെറുതെ ഒന്ന് ഓർത്ത് വെക്കുക അല്ലെ. അപ്പൊ നമുക്ക് കുറച്ച് സമാധാനം കിട്ടി, പീസ്. ഇനി രാജ്യം വെനൻസുലയാണ്. അപ്പൊ വെനൻസുലനകത്തൊരു വായ് ഉണ്ടല്ലോ. അപ്പൊ സമാധാനം വേണം എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് ആലോചിക്കാലോ. ഓക്കെ, അപ്പൊ വെനൻസുല എന്നുള്ള കാര്യം അറിഞ്ഞു വെച്ചേക്കാം കേട്ടോ. ഇനി അടുത്ത് നമുക്ക് നോക്കാം. ഇതിനകത്ത് തന്നെ ഇനി എന്തിനാണ് കിട്ടിയെന്നുള്ള കാര്യം നമുക്ക് നോക്കാം. വെനൻസുലയിലെ ജനങ്ങളുടെ ജനാധിപത്യ അവകാശങ്ങൾക്കായി നടത്തിയിട്ടുള്ള അശാന്ത പരിശ്രമത്തിനും സ്വേച്ഛാധിപത്യത്തിൽ നിന്ന് ജനാധിപത്യത്തിലേക്കുള്ള നീതിപൂർണവും സമാധാനപരവുമായിട്ടുള്ള മാറ്റത്തിനാണ് നടത്തിയിട്ടുള്ള പോരാട്ടത്തിനും ആണ് ഈ ഒരു ബഹുമതി ലഭിച്ചിട്ടുള്ളത്. അപ്പൊ വെനൻസുലയിലെ ജനങ്ങളുടെ ജനാധിപത്യ അവകാശങ്ങൾക്കായി നടത്തിയിട്ടുള്ള അശാന്ത പരിശ്രമത്തിനും സ്വേച്ഛാധിപത്യത്തിൽ നിന്ന് ജനാധിപത്യത്തിലേക്കുള്ള നീതിപൂർണവും സമാധാനപരവുമായിട്ടുള്ള മാറ്റത്തിനായിട്ട് നടത്തിയിട്ടുള്ള പോരാട്ടത്തിനാണ് ഈ ഒരു ബഹുമതി ലഭിച്ചിട്ടുള്ളത്. ഓക്കെ, അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് സാമ്പത്തിക ശാസ്ത്രത്തിൽ 2025 നൊബേൽ സമ്മാനം കിട്ടിയിട്ടുള്ളത് ആർക്കൊക്കെയാണ്? 3 പേർക്കാണ് കിട്ടിയിട്ടുള്ളത്. ആർക്കൊക്കെ കിട്ടിയിട്ടുള്ളത്? പീറ്റർ ഹോവിറ്റിന് കിട്ടിയിട്ടുണ്ട്, ഫിലിപ്പ് അഗിയോണിന് കിട്ടിയിട്ടുണ്ട്, ജോയൽ മൊക്കീറിനും കിട്ടിയിട്ടുണ്ട്. ആർക്കൊക്കെയാണ്? പീറ്റർ ഹോവിറ്റ്, ഫിലിപ്പ് അഗിയോൺ, ജോയൽ മൊക്കീർ. ഓക്കെ, അപ്പൊ നമുക്ക് ചെറിയൊരു കണക്ഷൻ കൊടുക്കാം. സാമ്പത്തിക ശാസ്ത്രം എന്ന് പറയുമ്പോൾ എക്കണോമിക്സ് അല്ല, അപ്പൊ സാമ്പത്തികം. അപ്പൊ നമ്മുടെ പീറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളുണ്ടായിരുന്നു കേട്ടോ. അയാളുടെ കയ്യിലുള്ള സാധനങ്ങളെല്ലാം വിറ്റു. വിറ്റു എന്ന് വിചാരിക്കുക. സാമ്പത്തികമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാലോ. വിറ്റ് കഴിയുമ്പോൾ സാമ്പത്തികം കിട്ടുമല്ലോ. പീറ്റർ അയാളുടെ കയ്യിലുള്ള സാധനം വിറ്റിട്ട് അയാൾ ഫിലിപ്സിന്റെ എന്തെങ്കിലും ഒരു സാധനം വാങ്ങിച്ചു എന്ന് ആലോചിക്കാം. ഓക്കെ, ഫിലിപ്സിന്റെ എന്തെങ്കിലും ഒരു ഇഷ്ടപ്പെട്ട ഒരു സാധനം വാങ്ങിച്ചു എന്ന് ആലോചിക്കാം. അങ്ങനെ വാങ്ങിച്ചു കഴിഞ്ഞപ്പോൾ അയാൾക്ക് നല്ല സന്തോഷം വന്നു. ജോയൽ അല്ലെങ്കിൽ ജോയ് എന്നൊക്കെ പറയില്ലേ. അപ്പൊ ആ ഒരു രീതിയിൽ ഒന്ന് കണക്ട് ചെയ്യാൻ പറ്റുമോ നോക്കാം. സാമ്പത്തിക ശാസ്ത്രം, സാമ്പത്തികം എന്ന് പറയുമ്പോൾ കയ്യിലുള്ള സാധനങ്ങളൊക്കെ വിറ്റിട്ട് ഫിലിപ്സിന്റെ ബ്രാൻഡ് വാങ്ങിച്ചു. ഫിലിപ്സ് ഒക്കെ അത്യാവശ്യം ബ്രാൻഡഡ് ആണല്ലോ. അപ്പൊ ഫിലിപ്സിന്റെ ഒരു സാധനം വാങ്ങിച്ചു. അപ്പൊ അയാൾക്ക് കുറച്ച് സന്തോഷം വന്നു, ജോയ്. അപ്പൊ ഈ പേരുകൾ ഓർത്ത് നോക്കൂ. പീറ്റർ ഹോവിറ്റ്, ഫിലിപ്പ് അഗിയോൺ, ജോയൽ മൊക്കീറാണ്. ഇനി നമുക്ക് ഓരോരുത്തരുടെ രാജ്യം നോക്കാം. പീറ്റർ ഹോവിറ്റ് എന്ന് പറയുമ്പോൾ കാനഡയാണ്. അപ്പോ വിറ്റത് കാനഡയാണെന്ന് വിചാരിച്ചോ, സോറി കന്നഡയാണെന്ന് വിചാരിച്ചോളൂ. ഓക്കെ, അപ്പൊ വിറ്റത് കന്നഡയാണ് കേട്ടോ. അപ്പൊ നമുക്ക് കാനഡയായിട്ട് അവിടെ നിന്ന് കണക്ട് ചെയ്യാം. പീറ്റർ ഹോവിറ്റ് വിറ്റത് കന്നഡ. ഇനി ഫിലിപ്പ് അഗിയോൺ, അപ്പോ ഫ്രാൻസ് ആണ്. നമ്മൾ പറഞ്ഞില്ലേ ഫിലിപ്സിന്റെ സാധനങ്ങൾക്കൊക്കെ കുറെ ഫാൻസ് ഉണ്ട്. ആ ഫാൻസ് ഉണ്ട് എന്നുള്ള രീതിയിൽ നമുക്ക് ഫ്രാൻസ് ആയിട്ടൊന്ന് കണക്ട് ചെയ്യാം. ഇനി ജോയൽ മൊക്കിർ ഏതാണ്? നെതർലാൻഡ് ആണ്. ഓക്കെ, ലാൻഡിൽ താമസിക്കുന്ന ആൾക്കാർക്കൊക്കെ നല്ല സന്തോഷമായിരിക്കും, ജോയ് ആയിരിക്കും എന്ന് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കാം. അപ്പോൾ നെതർലാൻഡ്, ജോയൽ മൊക്കിർ നെതർലാൻഡ് ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഇനി ഇവർക്ക് എന്തിനാണ് ഈ ഒരു പുരസ്കാരം കിട്ടിയെന്നുള്ള കാര്യം കൂടെ നോക്കാം. ക്രിയേറ്റീവ് ഡിസ്ട്രക്ഷനിലൂടെയുള്ള സുസ്ഥിര വളർച്ചയുടെ സിദ്ധാന്തത്തിനാണ് ഫിലിപ്പ് അഗിയോണും പീറ്റർ ഹോവിറ്റിനും ഈ ഒരു പുരസ്കാരം കിട്ടിയിട്ടുള്ളത്. അപ്പൊ ക്രിയേറ്റീവ് ഡിസ്ട്രക്ഷനിലൂടെയുള്ള, ഡിസ്ട്രക്ഷൻ എല്ലാം വിറ്റ് കളയല്ലേ, അപ്പൊ ഡിസ്ട്രക്ഷൻ ആണെന്ന് ഓർത്ത് വെക്കാലോ. അപ്പൊ ക്രിയേറ്റീവ് ഡിസ്ട്രക്ഷനിലൂടെയുള്ള സുസ്ഥിര വളർച്ചയുടെ സിദ്ധാന്തത്തിനാണ് ഇവർക്ക് ഈ പുരസ്കാരം കിട്ടിയിട്ടുള്ളത്. നവീകരണത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള സാമ്പത്തിക വളർച്ചയെ കുറിച്ചുള്ള പഠനത്തിനാണ് ജോയൽ മോർക്കിന് ഈ പുരസ്കാരം കിട്ടിയിട്ടുള്ളത് കേട്ടോ. അപ്പൊ നവീകരണത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള സാമ്പത്തിക വളർച്ചയെ കുറിച്ചുള്ള പഠനത്തിനാണ് ജോയൽ മൊക്കീറിന് ഈ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. കേരള മന്ത്രിസഭ 2026 കേട്ടോ. അപ്പൊ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്, നമ്മൾ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് അല്ലെ. നമുക്ക് വേഗം നോക്കാം. പറ്റുന്ന രീതിയിൽ ചെറിയ ചെറിയ കോഡ്സും കണക്ഷൻസ് ഒക്കെ നമുക്ക് സെറ്റ് ആക്കാം. ക്ലാസ്സിൽ തന്നെ പഠിച്ചു പോവാം കേട്ടോ. ഓക്കെ, അപ്പൊ ആദ്യം തന്നെ നമ്മുടെ മുഖ്യമന്ത്രി ആരാ? VD സതീശനാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും അല്ലെ. എന്തൊക്കെ കാര്യങ്ങളാണ് കൈകാര്യം ചെയ്യുന്നത്? ധനകാര്യം, നിയമം, പൊതുഭരണം, തുറമുഖം. എന്തൊക്കെയാണ്? ധനകാര്യം, നിയമം, പൊതുഭരണം, തുറമുഖം. ഇതെല്ലാം കൈകാര്യം ചെയ്യുന്നത് നമ്മുടെ മുഖ്യമന്ത്രിയായിട്ടുള്ള VD സതീശനാണ്. ഇതേപോലെ നമുക്ക് ബാക്കിയുള്ള മിനിസ്റ്റേഴ്സിനെ നോക്കാം കേട്ടോ. PK കുഞ്ഞാലിക്കുട്ടി കൈകാര്യം ചെയ്യുന്നത് വ്യവസായവും IT ആണ്. അപ്പൊ ഇങ്ങനൊരു ചോദ്യം ചോദിക്കാം, വ്യവസായവും ITയും കൈകാര്യം ചെയ്യുന്നത് ആരാ എന്ന് ചോദിക്കുകയാണെങ്കിൽ ആരാണ്? PK കുഞ്ഞാലിക്കുട്ടിയാണ് അല്ലെ.
അപ്പൊ നമുക്കൊരു കുഞ്ഞു കണക്ഷൻ കൊടുത്താലോ? അപ്പൊ ഒരു കുഞ്ഞു വ്യവസായം എന്നുള്ള രീതിയിൽ ഓർത്ത് വെക്കാലോ, അല്ലെ? കുഞ്ഞു വ്യവസായം. നമ്മൾ എന്തെങ്കിലും ഒരു വ്യവസായമൊക്കെ തുടങ്ങുമ്പോൾ ആദ്യം അത് ചെറുതായിരിക്കും, അല്ലെ? കുഞ്ഞായിരിക്കും. അപ്പൊ കുഞ്ഞു വ്യവസായം എന്നുള്ള രീതിയിൽ ഓർത്ത് വെക്കാം. പി.കെ. കുഞ്ഞാലിക്കുട്ടി കൈകാര്യം ചെയ്യുന്നത് വ്യവസായവും അതേപോലെ തന്നെ ഐ.ടി. ആണ് കേട്ടോ. ഇനി അടുത്ത് നോക്കാം, രമേശ് ചെന്നിത്തല. രമേശ് ചെന്നിത്തല കൈകാര്യം ചെയ്യുന്നത് എന്തൊക്കെയാ? ആഭ്യന്തരം അതേപോലെ തന്നെ വിജിലൻസ്. ആഭ്യന്തരവും വിജിലൻസും കൈകാര്യം ചെയ്യുന്ന ആരാണ്? രമേശ് ചെന്നിത്തല. രമേശ് ചെന്നിത്തല. ഓക്കെ, അപ്പൊ ജസ്റ്റ് ഓർത്ത് വെക്കാം, നമുക്ക് നല്ല തലയുള്ള ആൾക്കാരാണെങ്കിൽ കുറച്ച് വിജിലന്റ് ആയിട്ടൊക്കെ ഇരിക്കും എന്ന് ഓർത്ത് വെക്കാം. അല്ലെ, വിജിലന്റ് നമ്മൾ ഇംഗ്ലീഷിൽ പറയില്ലേ, വിജിലന്റ് ആയിട്ടിരിക്കുക. നല്ല തലയുള്ള ആൾക്കാരൊക്കെ കുറച്ച് കെയർഫുൾ ആയിട്ട് നല്ല വിജിലന്റ് ആയിട്ടിരിക്കും, അല്ലെ? അപ്പൊ രമേശ് ചെന്നിത്തല കൈകാര്യം ചെയ്യുന്നത് ആഭ്യന്തരവും അതേപോലെ തന്നെ വിജിലൻസും ആണ് കേട്ടോ. ഇനി അടുത്ത് നോക്കാം, സണ്ണി ജോസഫ്. സണ്ണി ജോസഫ് കൈകാര്യം ചെയ്യുന്ന വൈദ്യുതി അതേപോലെ തന്നെ പാർലമെന്ററി കാര്യമാണ് കേട്ടോ. സണ്ണി ജോസഫ് എന്തൊക്കെയാ കൈകാര്യം ചെയ്യുന്നത്? വൈദ്യുതി, പാർലമെന്ററി കാര്യം. നമുക്ക് ജസ്റ്റ് നമ്മുടെ ഈ സോളാർ, അല്ലെ, സോളാറും ഇലക്ട്രിസിറ്റിയുമായിട്ടൊക്കെ നമുക്ക് കണക്ട് ചെയ്യാലോ, അല്ലെ? ഈ സോളാറിൽ വർക്ക് ചെയ്യുന്ന ഒരുപാട് ഇലക്ട്രിക് അപ്ലയൻസും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അത് വെച്ചിട്ട് തന്നെ നമുക്ക് സണ്ണി എന്ന് പറയുമ്പോൾ ആ സോളാറായിട്ട്, അല്ലെ, സണ്ണ് സോളാറായിട്ട് നമുക്ക് കണക്ട് ചെയ്യാം, വൈദ്യുതിയായിട്ട് നമുക്ക് കണക്ട് ചെയ്യാം. അപ്പൊ വൈദ്യുതി, പാർലമെന്ററി കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്യുന്നത് സണ്ണി ജോസഫ് ആണ് കേട്ടോ. പിന്നെ കെ മുരളീധരൻ, ആരോഗ്യം, ദേവസ്വം. അപ്പൊ മുരളീധരൻ കൃഷ്ണൻ എന്ന് പറയുമ്പോൾ തന്നെ ദേവസ്വവുമായിട്ടൊക്കെ നമുക്ക് ഓർത്തു വയ്ക്കാം, അല്ലെ? അപ്പോ കെ മുരളീധരൻ ആരോഗ്യവും അതേപോലെ തന്നെ ദേവസ്വവും കൈകാര്യം ചെയ്യുന്ന ആരാണ്? കെ മുരളീധരൻ ആണെന്നുള്ള കാര്യം ഓർത്തു വയ്ക്കാം. അടുത്തത് മോൻസ് ജോസഫ് കൈകാര്യം ചെയ്യുന്നത് ജലവിഭവമാണ്. ഓക്കെ, മോൻസ് ജോസഫ് കൈകാര്യം ചെയ്യുന്നത് ജലവിഭവം. ജസ്റ്റ് ഓർത്തു വയ്ക്കാം, ഈ ജലത്തിലൊക്കെ കളിക്കുന്ന മോൻ ഉണ്ടെന്ന് ഓർത്തു വെക്കാം, അല്ലെ? കുട്ടികളൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ ജലത്തിൽ വെള്ളത്തിലൊക്കെ കളിക്കുമല്ലോ. അപ്പൊ മോൻസ് ജോസഫ് എന്താ കൈകാര്യം ചെയ്യുന്നത്? ജലവിഭവം. ജലവിഭവം. ഒന്നുകൂടെ നോക്കാം, പി.കെ. കുഞ്ഞാലിക്കുട്ടി കൈകാര്യം ചെയ്യുന്ന വ്യവസായം ഐ.ടി., രമേശ് ചെന്നിത്തല ആഭ്യന്തരം വിജിലൻസ്, സണ്ണി ജോസഫ് വൈദ്യുതി പാർലമെന്ററി കാര്യം, കെ മുരളീധരൻ ആരോഗ്യം ദേവസ്വം, മോൻസ് ജോസഫ് എന്താണ്? ജലവിഭവം. ഓക്കെ, അപ്പൊ ഇനി അടുത്ത് നോക്കാം, ഷിബു ബേബി ജോൺ എന്തൊക്കെ കാര്യങ്ങളാണ് കൈകാര്യം ചെയ്യുന്നത്? ഷിബു ബേബി ജോൺ കൈകാര്യം ചെയ്യുന്നത് വനം, നൈപുണ്യ വികസനമാണ് കേട്ടോ. വനം, നൈപുണ്യ വികസനം ഒക്കെ കൈകാര്യം ചെയ്യുന്നത് ആരാ? ഷിബു ബേബി ജോൺ ആണ്. ജസ്റ്റ് ഓർത്ത് വെക്കാം, ഒരു ബേബി ഉണ്ടാവുക, അല്ലെ, ഒരു കുട്ടി ഉണ്ടാവുക എന്ന് പറയുമ്പോൾ ഒരു പുണ്യമായിട്ടുള്ള ഒരു കാര്യമാണെന്ന് ഓർത്ത് വെക്കാം. ഓക്കെ, അപ്പൊ നൈപുണ്യ വികസനം, പുണ്യം, ആ ബേബിയും പുണ്യമായിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കാം കേട്ടോ. ഓക്കെ, അതേപോലെ തന്നെ വനം കൂടി ഉണ്ടെന്നുള്ള കാര്യം അറിഞ്ഞു വെക്കണേ. അപ്പൊ ഷിബു ബേബി ജോൺ എന്തൊക്കെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന? വനവും നൈപുണ്യ വികസനം. ഇനി അടുത്ത് നോക്കാം, അനൂപ് ജേക്കബ് ഭക്ഷ്യ അതുപോലെ തന്നെ പൊതുവിതരണം. ഓക്കെ, ഇത് രണ്ടും കൈകാര്യം ചെയ്യുന്നത് ആരാ? അനൂപ് ജേക്കബ്. നമ്മുടെ ഒരുവിധപ്പെട്ട എല്ലാ വീഡിയോസിലും നമ്മൾ പറയുന്നതാണ്, അല്ലെ? അനൂപ് അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ അന്നം എന്നുള്ള രീതിയിൽ നമുക്ക് ഓർത്ത് വെക്കാം. ഭക്ഷണവുമായിട്ട് നമുക്ക് കണക്ട് ചെയ്ത് വെക്കാം, അന്നം കേട്ടോ. അനൂപ് കറക്റ്റ് ആയിട്ട് പഠിച്ചു പോണം. അനൂപ് ജേക്കബ് ഭക്ഷ്യ പൊതുവിതരണം. പിന്നെ CP ജോൺ എന്താ കൈകാര്യം ചെയ്യുന്നത്? ഗതാഗതമാണ്. ഓക്കെ, ഗതാഗതം കൈകാര്യം ചെയ്യുന്ന ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ ആരാണ്? അത് CP ജോൺ ആണ് കേട്ടോ. CP ജോൺ ആണ്. ഒന്ന് ഓർത്ത് വെച്ചേക്കുക, CP ജോൺ കൈകാര്യം ചെയ്യുന്നത് എന്താണ്? ഗതാഗതം. ഇനി AP അനിൽകുമാർ കൈകാര്യം ചെയ്യുന്നത് റവന്യൂ. റവന്യൂ. അപ്പോ റവന്യൂ എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഓർത്ത് വെക്കാം, അനിൽകുമാർ എന്ന് പറയുമ്പോണ്ടല്ലോ, അനിൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഇംഗ്ലീഷിൽ ANIL, അല്ലെ, നില്ല്. അപ്പോ റവന്യൂ, ഇപ്പൊ റവന്യൂ ഒന്നും ഇല്ല, നില്ല് എന്നുള്ള രീതിയിൽ നമുക്ക് ഓർത്ത് വെക്കാം, ഒന്നും ഇല്ല എന്നുള്ള രീതിയിൽ കേട്ടോ. നില്ല് നമ്മൾ പറയില്ലേ, ഖജനാവൊക്കെ ഇപ്പൊ കാലിയാണ്, ഒന്നും ഇല്ല, അല്ലെ? അപ്പൊ അതേപോലെ റവന്യൂ ഇല്ല, അനിൽ, ആ നില്ല് വെച്ചിട്ട് നമുക്ക് കണക്ട് ചെയ്യാം. അപ്പൊ AP അനിൽകുമാർ എന്താണ് കൈകാര്യം ചെയ്യുന്നത്? റവന്യൂ ആണെന്നുള്ള കാര്യം ഓർത്ത് വെക്കാം. ഇനി അടുത്തത് N ഷംസുദ്ദീൻ എന്തൊക്കെയാ കൈകാര്യം ചെയ്യുന്നത്? പൊതുവിദ്യാഭ്യാസവും വഖഫും കൈകാര്യം ചെയ്യുന്നത് N ഷംസുദ്ദീൻ ആണ് കേട്ടോ. ഒന്ന് പഠിച്ചു വെക്കുക, N ഷംസുദ്ദീൻ എന്തൊക്കെയാ കൈകാര്യം ചെയ്യുന്നത്? പൊതുവിദ്യാഭ്യാസവും അതുപോലെ തന്നെ വഖഫും ആണ്. അപ്പോ ഷംസുദ്ദീൻ, അല്ലെ, ഒരു സുദിനം എന്നുള്ള രീതിയിലൊക്കെ ആലോചിക്കാൻ പറ്റുമോ? അത്ര നല്ല കോഡല്ല, എന്നാലും ജസ്റ്റ് പറഞ്ഞോളൂ മാത്രം കേട്ടോ. അപ്പൊ സുദിനം നല്ലൊരു ദിവസമാണെങ്കിൽ നമ്മൾ നന്നായിട്ട് നല്ലൊരു ദിവസം തന്നെ നമ്മൾ വിദ്യാഭ്യാസം സ്റ്റാർട്ട് ചെയ്യാന്നൊക്കെ വേണമെങ്കിൽ ഓർത്ത് വെക്കാം, അല്ലെ? സുദിനം, വിദ്യാഭ്യാസം, നല്ലൊരു ദിവസം തന്നെ വിദ്യാഭ്യാസം സ്റ്റാർട്ട് ചെയ്യാൻ നമ്മളിങ്ങനെ ഹരിശ്രീ ഒക്കെ കുറിക്കില്ലേ കുട്ടികൾ, അതേപോലെയൊക്കെ ഒന്ന് വേണമെങ്കിൽ ഓർത്ത് വെക്കാം. അപ്പൊ ഷിബു ബേബി ജോൺ എന്തൊക്കെ കൈകാര്യം ചെയ്യുന്നത്? ബേബി എന്ന് പറയുമ്പോൾ നമ്മുടെ പുണ്യം, അല്ലെ? അപ്പൊ വനം, നൈപുണ്യ വികസനം. അനൂപ് ജേക്കബ് അന്നം എന്നുള്ള രീതിയിൽ ഭക്ഷ്യ പൊതുവിതരണം, അല്ലെ? CP ജോൺ എന്താ കൈകാര്യം ചെയ്യുന്ന? ഗതാഗതം. ഓക്കെ, ഗതാഗതം. AP അനിൽകുമാറോ? റവന്യൂ, നില്ലാണ്, അല്ലെ? റവന്യൂ, ഖജനാവിൽ ഒന്നും ഇല്ലാന്ന് ഓർത്ത് വെക്കാം. N ഷംസുദ്ദീനോ? പൊതുവിദ്യാഭ്യാസം വഖഫും. അപ്പോ സുദീനം, അല്ലെ? നല്ലൊരു ദിവസം തന്നെ നമുക്ക് വിദ്യാഭ്യാസം സ്റ്റാർട്ട് ചെയ്യാം. പൊതുവിദ്യാഭ്യാസമാണ് കേട്ടോ. ഇനി അടുത്ത് നമുക്ക് നോക്കാം, PC വിഷ്ണുനാഥ് കൈകാര്യം ചെയ്യുന്നത് ടൂറിസവും സാംസ്കാരികവുമാണ്. ഓക്കെ, അപ്പൊ ടൂറിസവും സാംസ്കാരികവും കൈകാര്യം ചെയ്യുന്ന ആരാണ്? PC വിഷ്ണുനാഥ് ആണ് കേട്ടോ. PC വിഷ്ണുനാഥ് ആണ്. ഓക്കെ, അപ്പൊ
ഒന്ന് ഓർത്ത് വെക്കാം അല്ലെ? നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഫ്രണ്ട് ഉണ്ടാവുമല്ലോ, വിഷ്ണു എന്നൊക്കെ പറഞ്ഞ നല്ല സംസ്കാരമുള്ള ഒരു ഫ്രണ്ട് ഉണ്ടെന്നൊക്കെ ഓർത്ത് വെക്കാം. കോമൺ പേരല്ലേ, അപ്പൊ അങ്ങനെ ഒന്ന് വേണമെങ്കിൽ ഓർത്ത് വെക്കാം. അപ്പൊ PC വിഷ്ണുനാഥ് കൈകാര്യം ചെയ്യുന്നതൊക്കെയാണ് ടൂറിസവും സാംസ്കാരികവുമാണ് കേട്ടോ. ഇനി റോജി ജോൺ എന്താ കൈകാര്യം ചെയ്യുന്നത്? ഉന്നത വിദ്യാഭ്യാസം. ഓക്കെ, ഉന്നത വിദ്യാഭ്യാസം എന്ന് പറയുമ്പോൾ ഉയർന്നു വരികയല്ലേ, അപ്പൊ ഒരു റോക്കറ്റ് പോലെ വെച്ചിട്ട് റോക്കറ്റ് പോലെ ഉന്നതത്തിലേക്ക് പോവാന്നൊക്കെ ഓർത്ത് വെക്കുക അല്ലെ. അപ്പൊ റോജി ജോൺ, ആ റോക്കറ്റുമായിട്ടൊന്ന് കണക്ട് ചെയ്യാൻ പറ്റുമോ നോക്കുക. റോജി ജോൺ എന്താ കൈകാര്യം ചെയ്യുന്നത്? ഉന്നത വിദ്യാഭ്യാസം. ബിന്ദു കൃഷ്ണ കൈകാര്യം ചെയ്യുന്ന എന്തൊക്കെയാ? തൊഴിൽ, വനിതാ ശിശുക്ഷേമം, ക്ഷീരവികസനം. ഇതെല്ലാം കൈകാര്യം ചെയ്യുന്നത് ബിന്ദു കൃഷ്ണയാണ് കേട്ടോ. തൊഴിൽ, വനിതാ ശിശുക്ഷേമം, അതുപോലെ തന്നെ ക്ഷീരവികസനം. ഓക്കെ, വനിത എന്ന് പറയുമ്പോൾ തന്നെ ബിന്ദു കൃഷ്ണ അല്ലെ. വനിതാ ശിശുക്ഷേമം, ക്ഷീരവികസനം, തൊഴിൽ, ഇതെല്ലാം കൈകാര്യം ചെയ്യുന്നത് ബിന്ദു കൃഷ്ണ. ഇനി അടുത്ത് നോക്കാം, ലിജു കൈകാര്യം ചെയ്യുന്നത് എക്സൈസും സഹകരണമാണ് കേട്ടോ. എക്സൈസും സഹകരണവും. അപ്പൊ നമ്മളിങ്ങനെ എക്സസൈസ് ഒക്കെ ചെയ്യുമ്പോൾ അല്ലെ, നമുക്ക് ലജ്ജയൊന്നും വേണ്ട കേട്ടോ. ലജ്ജയൊന്നും വേണ്ട, എല്ലാവരും നന്നായിട്ട് എക്സസൈസ് ഒക്കെ ചെയ്യുക. അപ്പൊ എക്സർസൈസ് ആയിട്ടൊന്ന് നമുക്ക് കണക്ട് ചെയ്യാം. അപ്പൊ എക്സൈസ് ആരെ കൈകാര്യം ചെയ്യുന്ന? ലിജു. അതാണ് ഞാൻ ആ ലജ്ജ വെച്ചിട്ടൊന്ന് കണക്ട് ചെയ്ത് പറഞ്ഞത്. അപ്പൊ ലിജു കൈകാര്യം ചെയ്യുന്ന എക്സൈസും സഹകരണവും. പിന്നെ KM ഷാജി തദ്ദേശ സ്വയംഭരണം. അപ്പൊ നമുക്ക് നമ്മുടെ ഷാജി പാപ്പനായിട്ട് തന്നെ കണക്ട് ചെയ്യാം അല്ലെ. ഓക്കെ, അപ്പൊ നമ്മുടെ ഗ്രാമവാസീസ് എന്നൊക്കെ പറഞ്ഞിട്ടൊരു ഡയലോഗ് ഉണ്ടല്ലോ നമ്മുടെ ആട് 3-ല്. അപ്പോ പഞ്ചായത്തും അതൊക്കെയായിട്ട് നമുക്ക് സ്വയംഭരണമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാലോ അല്ലെ. അപ്പൊ KM ഷാജി എന്തൊക്കെയാ കൈകാര്യം ചെയ്യുന്ന? തദ്ദേശ സ്വയംഭരണം, തദ്ദേശ സ്വയംഭരണം. ഓക്കെ, അപ്പൊ ഒന്നുകൂടെ നോക്കാം. PC വിഷ്ണുനാഥ് ടൂറിസം, സാംസ്കാരികം അല്ലെ. വിഷ്ണു നല്ല സംസ്കാരമുള്ള ഒരു ഏതെങ്കിലും ഒരു വിഷ്ണു നിങ്ങളുടെ മൈൻഡിലേക്ക് കൊണ്ടുവരിക. റോജി ജോൺ ഉന്നത വിദ്യാഭ്യാസം, ഉന്നതത്തിലേക്ക് അല്ലെങ്കിൽ അല്ലെ നമ്മുടെ റോക്കറ്റ് പോണതായിട്ട് ജസ്റ്റ് സങ്കല്പിക്കുക. ബിന്ദു കൃഷ്ണ തൊഴിൽ, വനിതാ ശിശുക്ഷേമം, ക്ഷീരവികസനം. ലിജു എന്താണ്? എക്സൈസും സഹകരണവും അല്ലെ. അപ്പൊ എക്സസൈസ് ഒക്കെ ചെയ്യാൻ ആർക്കും ലജ്ജ വേണ്ട, ലിജു എന്നുള്ള രീതിയിൽ ഓർത്ത് വയ്ക്കാം. സഹകരണം. ഇനി KM ഷാജി തദ്ദേശ സ്വയംഭരണം, നമ്മുടെ ഷാജി പാപ്പനായിട്ട് കണക്ട് ചെയ്യാം. ഓക്കെ, അടുത്ത് നോക്കാം. PK ബഷീർ എന്താ കൈകാര്യം ചെയ്യുന്നത്? പൊതുമരാമത്താണ് കേട്ടോ. PK ബഷീർ എന്താ കൈകാര്യം ചെയ്യുന്നത്? പൊതുമരാമത്ത്. ഓക്കെ, അപ്പൊ രണ്ടും പാവച്ചിട്ട് തന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. PK ബഷീർ എന്താ കൈകാര്യം ചെയ്യുന്നത്? പൊതുമരാമത്ത്. ഇനി VE അബ്ദുൾ ഗഫൂർ എന്താ കൈകാര്യം ചെയ്യുന്ന? ഫിഷറീസ് ആണ്. അപ്പൊ നമുക്ക് അബ്ദുൾ ഗഫൂർ, ഗഫൂർ കാ ദോസ്ത് അല്ലെ, ആ ഒരു ഫിലിമിനകത്ത് നമുക്ക് എങ്ങനെ പറയുന്നില്ലേ, എടുത്ത് ചാടും എന്നൊക്കെ പറയുന്നില്ലേ വെള്ളത്തിലേക്ക്. അപ്പൊ അതേപോലെ നമുക്ക് ആ മീനുമായിട്ട് ഫിഷറീസ് ആയിട്ട് നമുക്ക് കണക്ട് ചെയ്യാലോ. അപ്പൊ VE അബ്ദുൾ ഗഫൂർ കൈകാര്യം ചെയ്യുന്നത് ഫിഷറീസ് ആണ്. ഇനി T സിദ്ദിഖ് എന്താ കൈകാര്യം ചെയ്യുന്നത്? കൃഷിയാണ് കേട്ടോ. ഓക്കെ, അപ്പൊ T സിദ്ദിഖ് കൈകാര്യം ചെയ്യുന്നത് കൃഷിയാണ്. അപ്പൊ കൃഷിന്ന് നന്നായിട്ട് എന്താ പറയാ, നന്നായിട്ട് വളരണമെങ്കിലൊക്കെ നല്ല സിദ്ധിയുള്ള ആൾക്കാരെ നന്നായിട്ട് നോക്കണം എന്നൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കാം. അപ്പൊ T സിദ്ദിഖ് എന്താ കൈകാര്യം ചെയ്യുന്നത്? കൃഷിയാണ് എന്നുള്ള കാര്യം ഓർത്ത് വെക്കാം. ഇനി KA തുളസി എന്താ കൈകാര്യം ചെയ്യുന്നത്? പിന്നാക്കക്ഷേമം. പിന്നാക്കക്ഷേമം കൈകാര്യം ചെയ്യുന്നത് KA തുളസിയാണ്. ജസ്റ്റ് ഓർത്ത് വെക്കാം, നമ്മുടെ വീടിന്റെ പിന്നിലൊക്കെ ഇഷ്ടംപോലെ തുളസി ഉണ്ടെന്ന് ഓർത്ത് വെക്കാം അല്ലെ. വീടിന്റെ ഫ്രണ്ടിൽ തുളസിത്തറ ഉണ്ടാവും, എന്നാലും പിന്നിൽ ഇഷ്ടംപോലെ തുളസി ഉണ്ടെന്നുള്ള രീതിയിൽ ഓർത്ത് വെക്കാം. KA തുളസി എന്താ കൈകാര്യം ചെയ്യുന്നത്? പിന്നാക്കക്ഷേമം. ഇനി OJ ജനീഷ് എന്താ കൈകാര്യം ചെയ്യുന്നത്? കായികം യുവജനക്ഷേമം. കായികം യുവജനക്ഷേമം കൈകാര്യം ചെയ്യുന്ന ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ OJ ജനീഷ്, OJ ജനീഷ് ആണ് കേട്ടോ. ഓക്കെ, അപ്പോ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കാം. ചില ആൾക്കാർ ഇങ്ങനെ ജനിക്കുമ്പോ തന്നെ അവർക്ക് ഇൻബോൺ ടാലന്റ് ഒക്കെ ഉണ്ടാവും അല്ലെ. കായികം അല്ലെങ്കിൽ ആ ഒരു ടാലന്റ് ഉണ്ടാവും. അല്ലെങ്കിൽ ജനിക്കുമ്പോ തന്നെ കുട്ടികളെ കായികം ഓടാനും അതിനൊക്കെ ചേർക്കുക അല്ലെ. കായികം സ്പോർട്സുമായിട്ടൊക്കെ നമുക്ക് കണക്ട് ചെയ്യാം. അതേപോലെ തന്നെ ന്യൂ ജെൻ എന്നുള്ള രീതിയിൽ ഓർക്കാമല്ലോ. യുവജന ക്ഷേമം എന്ന് പറയുമ്പോൾ യുവജനം അല്ലെ. ന്യൂ ജനറേഷൻ എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് ഓർത്ത് വയ്ക്കാം. ഓക്കെ, അപ്പൊ OJ ജനീഷ് എന്തൊക്കെയാ കൈകാര്യം ചെയ്യുന്നത്? കായികവും യുവജന ക്ഷേമവും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ചർച്ച ചെയ്യാനായിട്ടുള്ളത്. ഇനി നിങ്ങൾക്കായിട്ടുള്ള ചോദ്യമാണ്, വിജിലൻസ് കൈകാര്യം ചെയ്യുന്നത് ആരാണ് എന്ന് എല്ലാവരും കമന്റ് ചെയ്യുക. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്, അവാർഡ്സ് ആണ്. PS റിപ്പീറ്റഡ് ആയിട്ട് ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് പഠിച്ചെടുക്കാം. ചെറിയ കോഡ്സും കണക്ഷൻസ് ഒക്കെ കൂടുതൽ സെറ്റ് ആക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ നോക്കാൻ പോകുന്നത് എഴുത്തച്ഛൻ പുരസ്കാരമാണ്. അപ്പോൾ ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് ചോദിക്കുന്ന രീതി എന്ന് പറഞ്ഞാൽ, പ്രഥമ ജേതാവ് ആരാണ് എഴുത്തച്ഛൻ പുരസ്കാരത്തിന്റെ, അതേപോലെ തന്നെ സമ്മാനത്തുക എത്രയാണ്, അതുപോലെ തന്നെ റീസെന്റ് ആയിട്ടുള്ള 3 വർഷത്തെ ജേതാക്കളെ കുറിച്ചും PS ചോദിക്കാറുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് വേഗം നോക്കാം. അപ്പൊ സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ. എഴുത്തച്ഛൻ പുരസ്കാരം കേരള സർക്കാർ നൽകുന്ന പരമോന്നത സാഹിത്യ ബഹുമതിയാണ്. ഓക്കെ, അതേപോലെ തന്നെ സാഹിത്യ മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്കാണ് ഈ പുരസ്കാരം നൽകുന്നത്. അപ്പൊ സാഹിത്യ മേഖലയില് സമഗ്ര സംഭാവനയ്ക്കാണ് ഈ പറഞ്ഞിട്ടുള്ള എഴുത്തച്ഛൻ പുരസ്കാരം നൽകുന്നത് എന്നുള്ള കാര്യം അറിഞ്ഞു വെക്കുക കേട്ടോ. ഇനി ആരംഭിച്ചിട്ടുള്ള വർഷം ഏതാ? 1993 എഴുത്തച്ഛൻ പുരസ്കാരം കൊടുത്തു തുടങ്ങിയിട്ടുള്ളത് കേട്ടോ. ആരംഭിച്ചുള്ള വർഷം 1993.
പ്രഥമ ജേതാവ് ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ ശൂരനാട് കുഞ്ഞൻപിള്ളയാണ്. ഓക്കെ, പ്രഥമ ജേതാവ് ആരാണ്? ശൂരനാട് കുഞ്ഞൻപിള്ള. ജസ്റ്റ് ഒന്ന് ഓർത്ത് നോക്കിയേ, ഇപ്പൊ എഴുത്തച്ഛൻ അല്ലെ, അച്ഛൻ നമുക്ക് ആലോചിക്കാം. എഴുത്തച്ഛൻ എന്ന് പറയുമ്പോൾ അച്ഛൻ നല്ല ശൂരനായിട്ടുള്ള ഒരു അച്ഛനാണെന്നൊക്കെ വേണമെങ്കിൽ ഓർത്ത് വെക്കാം. അപ്പൊ പ്രഥമ ജേതാവ് ചോദിക്കുകയാണെങ്കിൽ ആരാണ്? ശൂരനാട് കുഞ്ഞൻപിള്ള. സമ്മാന തുക 5 ലക്ഷം രൂപയാണ്. അപ്പോ ഓരോന്നിന്റെ സമ്മാന തുക ഒന്ന് അറിഞ്ഞു വെക്കണം കേട്ടോ. എത്രയാണ്? 5 ലക്ഷം രൂപയാണ് സമ്മാന തുക. ഓക്കെ അല്ലേ? പ്രഥമ ജേതാവ് പഠിച്ചുല്ലോ, ശൂരനാട് കുഞ്ഞൻപിള്ള, ശൂരനായിട്ടുള്ള അച്ഛൻ കേട്ടോ. ഇനി നോക്കാം. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള 3 വർഷത്തെ ആർക്കൊക്കെയാണ് എഴുത്തച്ഛൻ പുരസ്കാരം കിട്ടിയേ എന്നുള്ളത് നമുക്ക് നോക്കാം. 2025 കിട്ടിയിട്ടുള്ളത് KG ശങ്കരപ്പിള്ളയ്ക്കാണ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, ആർക്കാണ് 2025 കിട്ടിയിട്ടുള്ളത്? KG ശങ്കരപ്പിള്ള. 2024 കിട്ടിയിട്ടുള്ളത് NS മാധവനാണ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, 2023 ജേതാവ് ചോദിക്കുകയാണെങ്കിൽ SK വസന്തനാണ്. ഒന്നുകൂടെ, 2025 KG ശങ്കരപ്പിള്ള, 2024 NS മാധവൻ, 2023 ജേതാവ് SK വസന്തൻ. ഇനി നമുക്കിതിന് തെറ്റിപ്പോവാതിരിക്കാൻ വേണ്ടി ചെറിയൊരു കണക്ഷൻ കൊടുക്കാം കേട്ടോ. അപ്പൊ നമ്മൾ സാധാരണ ഇത് പഠിക്കുമ്പോൾ ഇപ്പൊ 2025 നമ്മളിതെല്ലാം പഠിച്ചു പോകും. എന്നിട്ട് 5 ആണോ 4 ആണോ 3 ആണോ ആരൊക്കെയാണോ എന്നൊക്കെ ചിലപ്പോൾ നമുക്ക് കൺഫ്യൂഷൻ വരാറുണ്ട് അല്ലെ. അപ്പൊ ഓർത്ത് വെക്കാം, 2025 എന്ന് പറയുമ്പോൾ ശങ്കരപ്പിള്ള അല്ലേ. അപ്പൊ ശങ്കരന്റെ എസ് അല്ലെ, എസ് പോലെയല്ലേ നമ്മളിങ്ങനെ 5 എഴുതുക ഇംഗ്ലീഷിൽ. അപ്പൊ അതേപോലെ ഓർത്ത് വെക്കാലോ. 2025 കിട്ടിയിട്ടുള്ളതാണ് ശങ്കരപ്പിള്ളയ്ക്ക് കിട്ടിയിട്ടുള്ളത് കേട്ടോ. ഇനി ഈ 3 പേരും കൂടെ നമുക്കൊന്ന് കണക്ട് ചെയ്യാനായിട്ട് നമ്മുടെ മീശ മാധവനിലെ പിള്ളേച്ചനായിട്ട് നമുക്ക് കണക്ട് ചെയ്യാം. അപ്പൊ ഇവിടെ നോക്കിയേ, പിള്ള അല്ലെ, ശങ്കരപ്പിള്ള എന്ന് പറയുമ്പോൾ ഈ പിള്ളേച്ചനുമായിട്ട് കണക്ട് ചെയ്യാം. അതുപോലെ തന്നെ മീശ മാധവനല്ലേ, അപ്പൊ നമുക്ക് മാധവൻ ഉണ്ടല്ലോ. അപ്പൊ പിള്ളയും കിട്ടി, അതേപോലെ തന്നെ മാധവനും കിട്ടി. ഈ മാധവൻ പോലെ തന്നെ വസന്തൻ, രണ്ടും ലാസ്റ്റ് N വെച്ചിട്ട് തന്നെയാണ് അവസാനിക്കുന്നത്. അപ്പൊ വസന്തൻ, SK വസന്തൻ കൂടി ഓർത്തു വെക്കാം. അപ്പൊ ഒന്നുകൂടെ നോക്കിയേ, 2025 ആർക്കാ കിട്ടിയിട്ടുള്ളത്? KG ശങ്കരപ്പിള്ള അല്ലെ. അപ്പൊ 5ഉം എസുമായിട്ട് കണക്ട് ചെയ്ത് വെക്കാം, ശങ്കരപ്പിള്ളയ്ക്കാണ്. അപ്പൊ ഈ പിള്ള എന്നുള്ളതും കൂടെ നമ്മുടെ മൈൻഡിൽ വരണം കേട്ടോ. ഓക്കെ, അപ്പോ പിള്ള എന്ന് കിട്ടിക്കഴിയുമ്പോ പിന്നെന്താ? പിള്ളേച്ചൻ, മീശ മാധവൻ. അപ്പൊ രണ്ടാമത്തെ 2024 ജേതാവ് നമുക്കപ്പോ കിട്ടുമല്ലോ, NS മാധവൻ, NS മാധവൻ. ഇനി മാധവൻ പോലെ തന്നെയുള്ള വേറൊരു പേര് വസന്തൻ അല്ലെ, ലാസ്റ്റ് N വെച്ചിട്ടാണ് അവസാനിക്കുന്നത്. അപ്പൊ 2023 ജേതാവ് ചോദിക്കുകയാണെങ്കിൽ SK വസന്തൻ. അപ്പൊ ഈ ഒരു ഫോട്ടോ ജസ്റ്റ് നിങ്ങളുടെ മൈൻഡിലേക്ക് ഒന്ന് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതെല്ലാം റീകളക്ട് ചെയ്യാൻ പറ്റും. അപ്പൊ 5 S വെച്ചിട്ട് കിട്ടി, പിന്നെ ബാക്കി അതേപോലെ തന്നെ ഒന്ന് ഓർത്തെടുക്കുക കേട്ടോ. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? ഇനി നമുക്ക് കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളും കൂടെ നോക്കാം. അപ്പൊ KG ശങ്കരപ്പിള്ളയ്ക്കാണ് 2025 കിട്ടിയെന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു അല്ലെ. ഇനി അദ്ദേഹത്തിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് കൃതികൾ നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പൊ KG ശങ്കരപ്പിള്ളയുടെ പ്രധാന കൃതികൾ ഏതൊക്കെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ കൊച്ചിയിലെ വൃക്ഷങ്ങൾ. ഓക്കെ, കൊച്ചിയിലെ വൃക്ഷങ്ങൾ, സംവിധായക സങ്കല്പം, അതുപോലെ തന്നെ ബംഗാൾ കേട്ടോ. ഈ 3 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കൃതികൾ എല്ലാവരും ഒന്ന് അറിഞ്ഞു വെച്ചേക്കുക. കൊച്ചിയിലെ വൃക്ഷങ്ങൾ, പിന്നെ ഇതാ സംവിധായക സങ്കല്പം, ബംഗാൾ. ഓക്കെ, അപ്പോ എഴുത്തച്ഛൻ പുരസ്കാരം എല്ലാവരും പഠിച്ചു എന്ന് വിചാരിക്കുന്നു. എത്ര ലക്ഷം രൂപയാണ് സമ്മാനത്തുക? 5 ലക്ഷം. ആരംഭിച്ച വർഷം 1993. പിന്നെ നമ്മുടെ പിള്ള, മാധവൻ, വസന്തൻ അല്ലെ. ഓക്കെ, അപ്പൊ ഇനി അടുത്ത് നോക്കാം വയലാർ പുരസ്കാരം. ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് വയലാർ പുരസ്കാരമാണ് കേട്ടോ. ഇനി വയലാർ പുരസ്കാരം വയലാർ രാമവർമ്മ മെമ്മോറിയൽ ട്രസ്റ്റ് ആണ് ഈ പുരസ്കാരം നൽകുന്നത്. ഓക്കെ, അപ്പൊ വയലാർ രാമവർമ്മ മെമ്മോറിയൽ ട്രസ്റ്റ് ആണ് ഈ പുരസ്കാരം നൽകുന്നത്. ആരംഭിച്ചിട്ടുള്ള വർഷം 1977 ആണ്. പ്രഥമ ജേതാവ് എന്തായാലും അറിഞ്ഞു വെച്ചേക്ക, ആരാണ്? ലളിതാംബിക അന്തർജനം. ഓക്കെ, അപ്പൊ പ്രഥമ ജേതാവ് ആരാണ്? ലളിതാംബിക അന്തർജനം. ഓക്കെ, ഇനി ഈ കൃതി അഗ്നിസാക്ഷിയാണ് കേട്ടോ. സമ്മാനത്തുക 1 ലക്ഷം രൂപയാണ്. സമ്മാനത്തുക എത്രയാണ്? 1 ലക്ഷം രൂപ. നമ്മുടെ എഴുത്തച്ഛൻ പുരസ്കാരത്തിന്റെ എത്രയായിരുന്നു സമ്മാനത്തുക? 5 ലക്ഷം അല്ലെ. ഓക്കെ, അപ്പൊ നമുക്ക് ചെറിയ കണക്ഷൻസ് കൊടുക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം നോക്കാം. 2025 വയലാർ പുരസ്കാരം കിട്ടിയിട്ടുള്ളത് ആർക്കാണ് കിട്ടിയിട്ടുള്ളത്? ഈ സന്തോഷ് കുമാറിനാണ് കിട്ടിയിട്ടുള്ളത്. ആർക്കാണ് കിട്ടിയിട്ടുള്ളത്? സന്തോഷ് കുമാർ, ഈ സന്തോഷ് കുമാർ കേട്ടോ. തപോമയുടെ അച്ഛൻ എന്നുള്ള കൃതിക്കാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ. തപോമയുടെ അച്ഛൻ. ഇനി 2024 48ാമത്തെ കിട്ടിയിട്ടുള്ളത് ആർക്കാണ്? അശോകൻ ചെരുവിലിനാണ് കിട്ടിയിട്ടുള്ളത്. കൃതി ചോദിക്കുകയാണെങ്കിൽ കാട്ടൂർ കടവാണ്. കാട്ടൂർ കടവ് എന്ന് പറഞ്ഞിട്ടുള്ള കൃതിക്കാണ് 2024 അശോകൻ ചെരുവിലിന് ഈ ഒരു പുരസ്കാരം കിട്ടിയിട്ടുള്ളത്. 2023 47ാമത്തെയാണ് കിട്ടിയിട്ടുള്ളത്. ശ്രീകുമാരൻ തമ്പിക്കാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ. ശ്രീകുമാരൻ തമ്പിക്കാണ് കിട്ടിയിട്ടുള്ളത്. കൃതി ചോദിക്കുകയാണെങ്കിൽ ജീവിതം ഒരു പെൻഡുലം എന്ന് പറഞ്ഞിട്ടുള്ള ആത്മകഥയ്ക്കാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ. അപ്പൊ നമുക്കിനി ചെറിയ കണക്ഷൻസ് കൊടുക്കാം അല്ലെ. അപ്പൊ വയലാർ അവാർഡ് എന്ന് പറയുമ്പോൾ വയല്, ഈ വയലിൽ ഇങ്ങനെ കുറെ നെൽക്കതിരുകളൊക്കെ ഇങ്ങനെ ഒന്നുപോലെ നിൽക്കുന്നതായിട്ട് നമുക്കൊന്ന് സങ്കല്പിക്കാം. അപ്പൊ ആ 1 വെച്ചിട്ട് 1 ലക്ഷം രൂപയാണ് അതിന്റെ സമ്മാനത്തുക. കിട്ടിയല്ലോ. അപ്പൊ വയലാർ പുരസ്കാരത്തിന്റെ അല്ലെങ്കിൽ വയലാർ അവാർഡിന്റെ സമ്മാനത്തുക ചോദിക്കുകയാണെങ്കിൽ 1 ലക്ഷം രൂപയാണ്. ഇനി 2025 ഈ സന്തോഷ് കുമാർ. ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കാം, ഈ വയലൊക്കെ കാണുമ്പോൾ
അല്ലെ നമുക്ക് ഒരു സമാധാനം ഒരു സന്തോഷമൊക്കെ കിട്ടില്ലേ? നല്ലൊരു നൊസ്റ്റാൾജിയയും അങ്ങനെയുള്ള ഒരു ഫീലിംഗ് ഒക്കെ ഉണ്ടാവില്ലേ? അപ്പോൾ ഒന്ന് ഓർത്ത് വെക്കാം. അപ്പോൾ വയലാർ അവാർഡ് വയലെന്ന് പറയുമ്പോൾ സന്തോഷം നമുക്ക് ഓർത്ത് വെക്കാം. അപ്പോൾ ആദ്യം സന്തോഷം, അതിനുശേഷം നമുക്ക് സങ്കടം വരും കേട്ടോ. അപ്പൊ ശോകം വരും. സന്തോഷവും ശോകവും വരും എന്ന് ഓർത്ത് വെക്കാം. അപ്പൊ 2025 ആർക്ക് കിട്ടിയിട്ടില്ല? ഈ സന്തോഷ് കുമാറാണ്. അപ്പൊ ആലോചിക്കാൻ വീണ്ടും എളുപ്പമാണ്. ഈ 5 എന്ന് പറയുമ്പോൾ നമ്മൾ എസ് പോലെ തന്നെ അല്ലെ? അപ്പോൾ സന്തോഷ് കുമാറിനാണ് കിട്ടിയിട്ടുള്ള വർഷവുമായിട്ടും കൂടെ നമ്മൾ കണക്ട് ചെയ്ത് പഠിക്കുക കേട്ടോ. തപോമയുടെ അച്ഛൻ എന്നുള്ള കൃതിക്കാണ് കിട്ടിയിട്ടുള്ളത്. ആദ്യം സന്തോഷം, പിന്നെ ശോകം. ശോകം എന്ന് ഉദ്ദേശിച്ചിട്ടുള്ളത് അശോകൻ ചെരുവിൽ. 2024 കിട്ടിയിട്ടുള്ളത് അശോകൻ ചെരുവിലിനാണ് കിട്ടിയിട്ടുള്ളത്. കൃതി കാട്ടൂർ കടവ് കേട്ടോ. കൃതി ഏതാണ്? കാട്ടൂർ കടവ്. അപ്പോൾ ജസ്റ്റ് ഓർത്ത് വെക്കാം. ഇനി 2024 4 സൈഡും ചെരിഞ്ഞു എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് ആലോചിക്കാം അല്ലെ? അല്ലെങ്കിൽ നമ്മുടെ വയലിന്റെ 4 സൈഡിലും ചെരുവുണ്ട്. 4 സൈഡാണല്ലോ. അപ്പോൾ അങ്ങനെ 4 സൈഡിലും ചെരുവുണ്ടെന്നൊക്കെ നമുക്ക് ഓർത്ത് വെക്കാം. അപ്പൊ 2024 ആർക്ക് കിട്ടിയിട്ടുള്ളത്? അശോകൻ ചെരുവിലിന് കിട്ടിയിട്ടുള്ളത്. ഓക്കെ. 2025 സന്തോഷ് കുമാറിന്, ഈ സന്തോഷ് കുമാറിന്. ഇനി 2023 കിട്ടിയിട്ടുള്ളത് ശ്രീകുമാരൻ തമ്പിക്കാണ്. 2023 കിട്ടിയിട്ടുള്ളത് ശ്രീകുമാരൻ തമ്പി. അപ്പൊ വയലിൽ തുമ്പിയുണ്ടെന്നൊക്കെ ഓർത്ത് വെക്കാമല്ലോ. അപ്പൊ ശ്രീകുമാരൻ തമ്പി. കൃതി ഏതാ? ജീവിതം ഒരു പെൻഡുലം. ഓക്കെ. ഏതാണ്? ജീവിതം ഒരു പെൻഡുലം. അപ്പൊ നമുക്കൊന്നും കൂടെ നോക്കാം. വയലാർ അവാർഡിന്റെ സമ്മാനത്തുക എത്രയാ? അപ്പൊ വയലിൽ ഇങ്ങനെ കതിര് നിൽക്കുന്നു അല്ലെ? ഒന്നുപോലെയുള്ളത്. അപ്പൊ 1,00,000 രൂപ. ഓക്കെ. പ്രഥമ ജേതാവ് ലളിതാംബിക അന്തർജനം. ഇനി അതിന്റെ 2025 ആർക്ക് കിട്ടിയിട്ടില്ലേ? അപ്പൊ 5 പോലെയുള്ള എസ് അല്ലെ? അപ്പൊ സന്തോഷ് കുമാർ, ഈ സന്തോഷ് കുമാർ. അപ്പൊ സന്തോഷം വരും, ശോകവും വരും. അപ്പൊ 2024 അശോകൻ ചെരുവിൽ. ഇനി അല്ലെങ്കിൽ ഈ 4 എന്ന് പറയുമ്പോൾ 4 സൈഡും ചെരിഞ്ഞു എന്നൊക്കെ വേണമെങ്കിൽ ഓർത്ത് വെക്കാം അല്ലെ? അപ്പൊ ചെരുവിൽ 2024 അശോകൻ ചെരുവിലിന് കിട്ടിയിട്ടുള്ളത്. 2023 നമ്മുടെ വയലിൽ നിറച്ച് തുമ്പികളാണ്. അപ്പോൾ ശ്രീകുമാരൻ തമ്പിക്കാണ് കിട്ടിയിട്ടുള്ളത് ജീവിതം ഒരു പെൻഡുലം. ഓക്കെ അല്ലേ? ഒന്ന് റീകളക്ട് ചെയ്യണം കേട്ടോ. ഒന്ന് ഇടയ്ക്ക് റിവൈസ് ചെയ്യാം. ഓക്കെ. അപ്പൊ നമ്മൾ എന്തൊക്കെയാ പഠിച്ചത്? നമ്മുടെ എഴുത്തച്ഛൻ പുരസ്കാരവും നോക്കി, അതേപോലെ തന്നെ വയലാർ അവാർഡ് നോക്കി. ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് ഓടക്കുഴൽ പുരസ്കാരമാണ്. ഓക്കെ. ഓടക്കുഴൽ പുരസ്കാരം. അപ്പൊ ഈ ഒരു ടോപ്പിക് നമ്മുടെ കറണ്ട് അഫയേഴ്സിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാറുണ്ട് കേട്ടോ. ഓക്കെ. അപ്പൊ ഗുരുവായൂരപ്പൻ ട്രസ്റ്റ് നൽകുന്ന ഈ പുരസ്കാരത്തിന്റെ സമീപകാല ജേതാക്കൾ ആരൊക്കെയാ നമുക്ക് നോക്കാം. ഓക്കെ. 2025 ഇ.പി. രാജഗോപാലനാണ്. കൃതി ചോദിക്കുകയാണെങ്കിൽ ഉൾക്കഥ എന്നുള്ളതാണ് കേട്ടോ. ഉൾക്കഥ കഥാപഠന സമാഹാരം. ഓക്കെ. അപ്പോ ഏതാണ്? ഇ.പി. രാജഗോപാലനാണ് കിട്ടിയിട്ടുള്ളത്. 2024 കിട്ടിയിട്ടുള്ളത് കെ അരവിന്ദാക്ഷനാണ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ. ഗോപ എന്ന് പറഞ്ഞിട്ടുള്ള നോവലിനാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ. 2025 കിട്ടിയിട്ടുള്ളത് കൃതി ഏതാണ്? ഉൾക്കഥ എന്നുള്ളത് തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. 2023 കിട്ടിയിട്ടുള്ളത് PN ഗോപികൃഷ്ണനാണ് കിട്ടിയിട്ടുള്ളത്. കൃതി ചോദിക്കുകയാണെങ്കിൽ കവിത മാംസഭോജിയാണ്. ഓക്കെ. അപ്പൊ കൃതി ഏതാണ്? കവിത മാംസഭോജിയാണ് കേട്ടോ. അപ്പോൾ ഓടക്കുഴൽ പുരസ്കാരം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ജസ്റ്റ് ഒന്ന് ആലോചിക്കാം. ഈ ഓടക്കുഴൽ പുരസ്കാരം എന്ന് പറയുമ്പോൾ നമുക്ക് ഭഗവാൻ കൃഷ്ണനെ ആലോചിക്കാം അല്ലെ? അപ്പോൾ ജസ്റ്റ് ആലോചിച്ച് വെക്കാം. നമുക്ക് ഈ 2024 തുടങ്ങാം കേട്ടോ. 2024 കിട്ടിയിട്ടുള്ളത് കെ അരവിന്ദാക്ഷനാണ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ. അതുപോലെ തന്നെ 2023 കിട്ടിയിട്ടുള്ളത് PN ഗോപികൃഷ്ണനാണ് കിട്ടിയിട്ടുള്ളത്. അപ്പൊ ജസ്റ്റ് ഓർക്കാം, ഈ ഓടക്കുഴലൊക്കെ അരയിൽ വെച്ചിട്ട് വായിക്കുന്ന കൃഷ്ണനെ നമുക്കൊന്ന് ആലോചിക്കാം. ഓക്കെ. ഓടക്കുഴൽ അരയില് അല്ലെ? അരയിൽ വെച്ചിട്ട് വായിക്കുന്ന ശ്രീകൃഷ്ണനെ നമുക്കൊന്ന് ആലോചിക്കാം. അപ്പൊ അര എന്നുള്ള രീതിയിൽ കെ അരവിന്ദാക്ഷനെയും കിട്ടും, അതുപോലെ തന്നെ ഗോപികൃഷ്ണനെയും കിട്ടും അല്ലെ? അപ്പൊ ഒരു വർഷം മുമ്പ് ഗോപികൃഷ്ണനാണ് കിട്ടിയിട്ടുള്ളത്. ഇനി ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുള്ളത് ഇ.പി. രാജഗോപാലനാണ്. ഈ ഗോപാലൻ എന്ന് പറയുമ്പോഴും കൃഷ്ണൻ തന്നെയാണ് മീനിങ് ആയിട്ട് വരുന്നത്. അപ്പോൾ അത് ഈ പറഞ്ഞിട്ടുള്ള 2024 2023 പഠിച്ചു വെക്കുക. 2024 കിട്ടിയിട്ടുള്ളത് അരവിന്ദാക്ഷനും 2023 കിട്ടിയിട്ടുള്ളത് ഗോപികൃഷ്ണനും. ഓക്കെ. ആലോചിക്കാൻ എളുപ്പമല്ലേ? കാരണം ഓടക്കുഴൽ അരയിൽ വെച്ചിട്ടുള്ള കൃഷ്ണനെ നമുക്ക് ആലോചിക്കാം. അപ്പൊ അത് നമുക്ക് കണക്ട് ചെയ്ത് പഠിക്കാൻ പറ്റും. പിന്നെ ലേറ്റസ്റ്റ് ആയിട്ടുള്ളത് ഇതേപോലെ തന്നെ കൃഷ്ണൻ തന്നെയാണെന്നുള്ള രീതിയിൽ നമുക്ക് ഓർത്തു വെക്കാം. ഇ.പി. രാജഗോപാലൻ ആണ് കിട്ടിയിട്ടുള്ളത് എന്നുള്ള കാര്യം ഓർത്തു വെക്കുക കേട്ടോ. ഓക്കെ. അപ്പൊ ഇ.പി. രാജഗോപാലിന് കിട്ടിയിട്ടുള്ള കൃതി ഏതാ? ഉൾക്കഥ. ഓക്കെ. ഇനി അരവിന്ദാക്ഷന്റെ കൃതി ചോദിക്കുകയാണെങ്കിൽ ഗോപയാണ്. ഓക്കെ. ഇനി PN ഗോപികൃഷ്ണന്റെ ചോദിക്കുകയാണെങ്കിൽ കവിത മാംസഭോജിയാണ് കേട്ടോ. ഒന്ന് അറിഞ്ഞു വെച്ചേക്കുക. ഓക്കെ. അപ്പൊ നമ്മുടെ അരയിൽ വെച്ച് ഓടക്കുഴൽ വായിക്കുന്ന കൃഷ്ണനെ ആലോചിക്കുക. അതിന്റെ കൂടെ തന്നെ ഇ.പി. രാജഗോപാലൻ കൂടിയുണ്ടെന്നുള്ള കാര്യം ഓർത്തു വെക്കുക. ഇനി ഇത് തമ്മിൽ വർഷം മാറിപ്പോണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഓർത്ത് വെക്കാം. ഇപ്പൊ 2024 അല്ലെ? 4ന്റെ നമുക്ക് കറക്റ്റ് ആയിട്ട് അര കിട്ടുമല്ലോ അല്ലെ? 24ന്റെ അര നമുക്ക് 12 ആയിട്ട് കറക്റ്റ് കിട്ടുമല്ലോ. അപ്പൊ അരവിന്ദാക്ഷനാണെന്നുള്ളത് അര കിട്ടും അല്ലെ? അപ്പൊ അരവിന്ദാക്ഷനാണ്. ഇപ്പൊ 25നെ നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റ് എന്താ പറയാ ഡെസിമൽ ഒക്കെ വരില്ലേ? അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ അല്ല, അരവിന്ദാക്ഷൻ എന്നുള്ള രീതിയിലൊക്കെ വേണമെങ്കിൽ ഓർത്ത് വെക്കാം കേട്ടോ. ഓക്കെ.
ഇനി ഹരിവരാസന പുരസ്കാരം ലേറ്റസ്റ്റ് ആയിട്ട് 2026 കൊടുത്തിട്ടുണ്ട് കേട്ടോ. 2026 ഹരിവരാസന പുരസ്കാരം കിട്ടിയിട്ടുള്ളത് തിരുവിഴ ജയശങ്കറിനാണ് കിട്ടിയിട്ടുള്ളത്. ആർക്കാണ് കിട്ടിയിട്ടുള്ളത്? തിരുവിഴ ജയശങ്കറിനാണ് കിട്ടിയിട്ടുള്ളത്. 2025 കിട്ടിയിട്ടുള്ളത് കൈതപ്രം ദാമോദരൻ നമ്പൂതിരിക്കാണ് കിട്ടിയിട്ടുള്ളത്. 2024 കിട്ടിയിട്ടുള്ളത് PK വീരമണിദാസനാണ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, ഹരിവരാസന പുരസ്കാരം 2026 കിട്ടിയിട്ടുള്ളത് ജയശങ്കർ, തിരുവിഴ ജയശങ്കർ. 2025 കൈതപ്രം ദാമോദരൻ നമ്പൂതിരിക്കും. 2024 കിട്ടിയിട്ടുള്ളത് PK വീരമണിദാസനുമാണ് കിട്ടിയിട്ടുള്ളത്. ഇപ്പൊ നമുക്ക് ചെറിയൊരു കണക്ഷൻ കൊടുക്കാം. ഹരിവരാസന പുരസ്കാരം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ ഹരിമുരളീരവുമായിട്ടൊന്ന് കണക്ട് ചെയ്യാം കേട്ടോ. ഈ ഹരിമുരളീരവും ഇങ്ങനെ പാടിയിട്ടുള്ള നമ്മളിങ്ങനെ പലപ്പോഴും ഇങ്ങനെ കോമ്പറ്റീഷൻ പോലൊക്കെ നോക്കിയില്ല, ഇങ്ങനെ ബ്രത്തൊക്കെ കിട്ടുന്നുണ്ടോ എന്നുള്ള രീതിയിൽ. അപ്പൊ അതിലിങ്ങനെ ജയിക്കുക എന്നുള്ള രീതിയിൽ നമുക്ക് ഓർത്ത് വെക്കാം. അപ്പൊ ജയിക്കുക. അപ്പൊ തിരുവിഴ ജയശങ്കർ ആണ് 2026 കിട്ടിയിട്ടുള്ളത്. തിരുവിഴ ജയശങ്കർ. ഓക്കെ, അപ്പൊ ഹരിവരാസനം അല്ലെങ്കിൽ ഹരിമുരളീരവും പാടിയിട്ട് ജയിക്കുക കേട്ടോ. അപ്പൊ ജയശങ്കർ. ഇനി ജയിച്ചു കഴിയുമ്പോൾ എന്ത് പറ്റും? നമുക്ക് കൈ തരും അല്ലെ, എല്ലാവരും ഷെയ്ക്കൻഡ് വരും. അപ്പോൾ 2025 കിട്ടിയിട്ടുള്ളത് കൈതപ്രം ദാമോദരൻ നമ്പൂതിരി. ആലോചിക്കാൻ എളുപ്പമാണ്, കയ്യിലെ വിരലുകൾ വെച്ചിട്ട് നമുക്ക് 5ആയിട്ട് കണക്ട് ചെയ്യാം. അപ്പൊ 2025 കൈതപ്രം ദാമോദരൻ നമ്പൂതിരിക്ക് കിട്ടിയിട്ടുള്ളത്. 2024 കിട്ടിയിട്ടുള്ളത് PK വീരമണിദാസനാണ് കിട്ടിയിട്ടുള്ളത്. PK വീരമണിദാസ്. ഓക്കെ, അപ്പൊ ജയിച്ചു കഴിയുമ്പോൾ കൈ തന്നു. അപ്പൊ വീരനായിട്ടുള്ള ഒരാൾക്കാണ് കൈ കൊടുത്തതെന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ ഓർത്ത് വെക്കാം അല്ലെ. അപ്പൊ ഹരിവരാസന പുരസ്കാരം 2026 കിട്ടിയിട്ടുള്ളത് തിരുവിഴ ജയശങ്കർ. 2025 കിട്ടിയിട്ടുള്ളത് കൈതപ്രം ദാമോദരൻ നമ്പൂതിരി. അതുപോലെ തന്നെ 2024 കിട്ടിയിട്ടുള്ളത് PK വീരമണിദാസനാണ് കേട്ടോ. അപ്പൊ ഹരിവരാസനത്തിന്റെയും അതേപോലെ തന്നെ ഓടക്കുഴൽ പുരസ്കാരത്തിന്റെയും സമ്മാനത്തുക ഞാൻ കമന്റ് ആയിട്ട് പിൻ ചെയ്തേക്കാം. ഞാൻ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാൻ വിട്ടുപോയി, കമന്റ് ആയിട്ട് പിൻ ചെയ്തേക്കാം. തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും കമന്റ് കൂടെ ശ്രദ്ധിക്കുക കേട്ടോ. അതേപോലെ തന്നെ എന്തെങ്കിലും എക്സ്ട്രാ പോയിന്റ്സുകൾ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതും കൂടെ ഇൻക്ലൂഡ് ചെയ്യാം. ഇനി അടുത്തത് നിങ്ങൾക്കായിട്ടുള്ള ചോദ്യമാണ്, 2024 വയലാർ പുരസ്കാരം കിട്ടിയിട്ടുള്ളത് ആർക്കാണ് എന്ന് എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യാം കേട്ടോ. അപ്പൊ താങ്ക് യു സോ മച്ച് ഫോർ സപ്പോർട്ടിങ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു ഓൾ.